അത്യുന്നത ശക്തി പരിശുദ്ധാത്മശക്തി എന്നിൽ നിറയട്ടെ. ആദിമസഭയിൽ നിറഞ്ഞ പോലെ അഭിഷേക കാറ്റായി വീശണമേ. ഒന്നിച്ചു പാടാം. ആദിമസഭയിൽ നിറഞ്ഞ പോലെ അഭിഷേക കാറ്റായി വീശണമേ. ഒന്നിച്ചു പാടാം. ആദിമസഭയിൽ നിറഞ്ഞ പോലെ അഭിഷേക കാറ്റായി വീശണമേ. ആദിമസഭയിൽ നിറഞ്ഞ പോലെ അഭിഷേക കാറ്റായി വീശണമേ. പാപശക്തിയെ തകർത്തിടാൻ, ലോകശക്തിയെ തകർത്തിടാൻ അഭിഷേകത്താൽ എന്നെ നിറയ്ക്കണമേ. ഒന്നിച്ചു പാടാം. പാപശക്തിയെ തകർത്തിടാൻ, ലോകശക്തിയെ തകർത്തിടാൻ അഭിഷേകത്താൽ എന്നെ നിറയ്ക്കണമേ. എന്നിൽ നിറയട്ടെ, സഭയിൽ നിറയട്ടെ, ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. എന്നിൽ നിറയട്ടെ, സഭയിൽ നിറയട്ടെ, ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. കരങ്ങളടിച്ച് ഒന്നിച്ചു പാടാം. ആത്മാവിൻ ശക്തി, അത്യുന്നത ശക്തി, പരിശുദ്ധാത്മശക്തി എന്നിൽ നിറയട്ടെ. ആത്മാവിൻ ശക്തി, അത്യുന്നത ശക്തി, പരിശുദ്ധാത്മശക്തി എന്നിൽ നിറയട്ടെ. ചേർന്ന് പാടാം. ആത്മാവിൻ ശക്തി, അത്യുന്നത ശക്തി, പരിശുദ്ധാത്മശക്തി എന്നിൽ നിറയട്ടെ. ആത്മാവിൻ ശക്തി, അത്യുന്നത ശക്തി, പരിശുദ്ധാത്മശക്തി എന്നിൽ നിറയട്ടെ. എന്നിൽ നിറയട്ടെ, സഭയിൽ നിറയട്ടെ, ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. 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 അഭിഷേകം നിറയട്ടെ, ആത്മാവ് നിറയട്ടെ, ദൈവസാന്നിധ്യം ഓരോ മകനിലും മകളിലും നിറയട്ടെ. കരങ്ങൾ ഉയർത്തി നമുക്ക് ഒരു നിമിഷം ഒന്ന് സ്തുതിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്വതന്ത്രമായിട്ട് സ്തുതിക്കാമോ? അഭിഷേകം നിറയട്ടെ. ആദിമ സഭയിൽ നിറഞ്ഞ ദൈവസാന്നിധ്യം, ഉദ്ധാനം ചെയ്തവന്റെ ശക്തി ശരീരങ്ങളിൽ വ്യാപരിക്കട്ടെ, വിശ്വാസ തലങ്ങളിൽ വ്യാപരിക്കട്ടെ. യേശുക്രിസ്തുവിന്റെ നാമത്തിന്റെ ശക്തി ആധരങ്ങളിലൂടെ പ്രഘോഷിക്കുവാൻ ശക്തി വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. യേശുവിന് വേണ്ടി ജീവിക്കുവാൻ ആദിമസഭ ജീവിച്ചതുപോലെ, പത്രോസ് ജീവിച്ചതുപോലെ, ആത്മാവിൽ നിറഞ്ഞ പത്രോസ് ക്രിസ്തുവിന് വേണ്ടി ജീവിച്ചതുപോലെ തന്റെ ശരീരത്തെയും ആത്മാവിനെയും ജീവനെയും യേശുവിന് വേണ്ടി വിട്ടുകൊടുത്തതുപോലെ നമ്മുടെ ശരീരത്തെ പൂർണ്ണമായിട്ട് കർത്താവിന് വിട്ടുകൊടുക്കാം. ആത്മാവെ വ്യാപരിക്കണമേ, ശക്തിപ്പെടുത്തണമേ, ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുക. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് സർവശക്തനായ ദൈവത്തോട് പ്രാർത്ഥിക്കുക. പുത്രനായ യേശു ക്രിസ്തുവിലൂടെ പിതാവായ ദൈവം നൽകുന്ന അത്യുന്നത ശക്തി ഓരോ ശരീരങ്ങളിലും വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒന്ന് ചേർന്ന് നമുക്ക് കരമടിച്ച് പാടി പ്രാർത്ഥിക്കാം. വലിയ അഭിഷേകം വ്യാപരിക്കുന്നുണ്ട്. ആദിമസഭയിൽ നിറഞ്ഞ പോലെ അഭിഷേക കാറ്റായി വീശണമേ. ആദിമസഭയിൽ നിറഞ്ഞ പോലെ അഭിഷേക കാറ്റായി വീശണമേ. പാപശക്തിയെ തകർത്തിടാൻ, ലോകശക്തിയെ തകർത്തിടാൻ അഭിഷേകത്താൽ എന്നെ നിറയ്ക്കണമേ. ആഗ്രഹത്തോടെ പാപശക്തിയെ തകർത്തിടാൻ, ലോകശക്തിയെ തകർത്തിടാൻ അഭിഷേകത്താൽ എന്നെ നിറയ്ക്കണമേ. എന്നിൽ നിറയട്ടെ, സഭയിൽ നിറയട്ടെ, ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. എന്നിൽ നിറയട്ടെ, സഭയിൽ നിറയട്ടെ, ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. കരമുയർത്തി നമുക്ക് ചേർന്ന് പാടാം. എന്നിൽ നിറയട്ടെ, സഭയിൽ നിറയട്ടെ, ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ.
എന്നിൽ നിറയട്ടെ, സഭയിൽ നിറയട്ടെ, ലോകം മുഴുവൻ കത്തി പടരട്ടെ. കരങ്ങൾ ഉയർത്തി നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. സ്വതന്ത്രമായിട്ട് ശക്തമായിട്ട് എല്ലാ മക്കളും സ്തുതിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഇവർ ലഹരി പിടിച്ചവരല്ല. ജോയൽ പ്രവാചകൻ വഴി അരുളി ചെയ്ത കർത്താവിന്റെ വചനം ഓരോ മക്കളിലും അനർത്ഥമായതാണ്. പത്രോസ് എഴുന്നേറ്റ് നിന്ന് ഉറച്ച സ്വരത്തിൽ പറഞ്ഞു, ജോയൽ പ്രവാചകൻ വഴി അരുളി ചെയ്ത കർത്താവിന്റെ വചനം ഇവരിൽ പൂർത്തീകരിക്കപ്പെട്ടു. ഹല്ലേലൂയ. അന്തിമ നാളുകളിൽ സകല ജനത്തിന്റെയും മേൽ എന്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്വതന്ത്രമായിട്ടും ശക്തമായിട്ടും സ്തുതിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. സ്വർഗീയ ഭാഷയിൽ മാലാഖമാരോട് ചേർന്ന് സ്ലീഹ കേട്ട വലിയ സ്വരം, ജനക്കൂട്ടത്തിൻ്റെതുപോലുള്ള വലിയൊരു ശബ്ദം ആരവം സ്വർഗത്തിൽ കേട്ടു. ഹല്ലേലൂയ. ഇടിമുഴക്കത്തിൻ്റെതുപോലുള്ള വലിയൊരു ശബ്ദം ഞാൻ കേട്ടു സ്വർഗത്തില്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പെരുവെള്ളത്തിൻ്റെതുപോലുള്ള വലിയൊരു ഇരമ്പല് ഞാൻ സ്വർഗത്തിൽ കേട്ടു. സ്ലീഹ പറയുകയാ, വലിയ സ്വരം. ഹല്ലേലൂയ. സ്വർഗീയ ഭാഷയില് വിശുദ്ധരും രക്തസാക്ഷികളും എല്ലാം ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന അത്യുന്നതമായ ആ സ്വർഗീയ സ്വരം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്ക് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് സർവശക്തിയോട് നമുക്ക് വിളിക്കാം. പിതാവായ ദൈവത്തിന്റെ ആത്മാവായ പരിശുദ്ധാത്മാവിനെ, പിതാവ് തന്റെ പുത്രനിലൂടെ വാഗ്ദാനം ചെയ്ത പിതാവിന്റെ ആത്മാവിനെ ആഗ്രഹിച്ചുകൊണ്ട്, ആത്മാവ് നമ്മുടെ ശരീരത്തില് വെളിപ്പെടുവാൻ ആഗ്രഹിച്ചുകൊണ്ട്, ആദിമ സഭയില് 12 സ്ലീഹന്മാരുടെ ശരീരത്തില് ദൈവവചനം അവരുടെ അധരങ്ങളിലോ മനസ്സിലോ ചിന്തയിലോ പ്രവൃത്തിയിലോ വെളിപ്പെട്ടതുപോലെ ഈ സമൂഹത്തിന്റെ മേല് ദൈവാത്മാവിന്റെ ശക്തി, തിരുവചനത്തിന്റെ ശക്തി, സഭയ്ക്ക് വേണ്ടി ജീവൻ കൊടുക്കുന്ന ദൈവസ്നേഹത്തിന്റെ ശക്തി വ്യാപരിക്കപ്പെടട്ടെ. ക്രിസ്തുവിന് വേണ്ടി, യേശു ക്രിസ്തുവിന് വേണ്ടി ശരീരം വിട്ടുകൊടുക്കുന്ന ആ വലിയ അഭിഷേകം, സഭയിലൂടെ വ്യാപരിക്കപ്പെടുന്ന വലിയ അഭിഷേകം പത്രോസിന്റെ സിംഹാസനത്തിൽ നിന്ന് പരിശുദ്ധ പിതാവിലൂടെ, കർദിനാൾമാരിലൂടെ നമ്മളിലേക്ക് വ്യാപരിക്കപ്പെടുന്ന, അഭിഷിക്തരിലൂടെ വ്യാപരിക്കപ്പെടുന്ന അഭിഷേകത്തിന്റെ ശക്തി, സഭയ്ക്ക് വേണ്ടി ജീവൻ കൊടുക്കുന്ന അത്യുന്നതമായ അഭിഷേകം ഈ സമൂഹത്തിന്റെ മേൽ ഇപ്പോൾ ഇതാ വ്യാപരിക്കുന്നു. കരങ്ങൾ ഉയർത്തി ഒന്ന് ചേർന്ന് വിളിക്കുന്നു, പരിശുദ്ധാത്മാവേ എന്ന് വിളിക്കുന്നു, പരിശുദ്ധാത്മാവേ എന്ന് വിളിക്കുന്നു, പരിശുദ്ധാത്മാവേ എന്ന് വിളിക്കുന്നു, പരിശുദ്ധാത്മാവേ എന്ന് വിളിക്കുന്നു. കരങ്ങൾ അടിച്ച് വീണ്ടും പാടി പ്രാർത്ഥിക്കുക. വലിയ അഭിഷേകം ശക്തി വ്യാപരിക്കുന്നുണ്ട്. സ്ലീഹന്മാരിൽ നിറഞ്ഞ പോലെ അഭിഷേകക്കാറ്റായി വീശണമേ. സ്ലീഹന്മാരിൽ നിറഞ്ഞ പോലെ അഭിഷേകത്തി കാറ്റായി വീശണമേ. ശാപശക്തിയെ തകർത്തിടാൻ, രോഗശക്തിയെ തകർത്തിടാൻ അഭിഷേകത്താൽ എന്നെ നിറയ്ക്കണമേ. ശാപശക്തിയെ തകർത്തിടാൻ, രോഗശക്തിയെ തകർത്തിടാൻ അഭിഷേകത്താൽ എന്നെ നിറയ്ക്കണം. എന്നിൽ നിറയട്ടെ, സഭയിൽ നിറയട്ടെ, ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. എന്നിൽ നിറയട്ടെ, സഭയിൽ നിറയട്ടെ, ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. അഭിഷേകം വ്യാപരിക്കട്ടെ. എന്നിൽ നിറയട്ടെ, സഭയിൽ നിറയട്ടെ, ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. എന്നിൽ നിറയട്ടെ, സഭയിൽ നിറയട്ടെ, ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. നിറയട്ടെ. അഭിഷേകം വ്യാപരിക്കട്ടെ. എല്ലാ മകനിലും മകളിലും ദൈവ സാന്നിധ്യം നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഒരു പുതിയ ചൈതന്യം, പുതിയ അഭിഷേകം വ്യാപരിക്കുന്നുണ്ട്. ഒരു പെന്തക്കോസ്ത് അനുഭവം ഓരോ മകനിലും മകളിലും ആത്മാവ് നൽകുന്നുണ്ട്. വലിയ വിശ്വസ്തയോടെ, സ്നേഹത്തോടെ ഒന്ന് മാത്രം ആഗ്രഹിക്കാമോ? പരിശുദ്ധാത്മാവ് നമ്മളിൽ വെളിപ്പെടുവാൻ. ദൈവത്തിന്റെ തിരുവചനം നമ്മുടെ ജീവിതത്തില്, ശരീരത്തില്, ആത്മാവില്, പ്രവൃത്തിയില് ദൈവവചനം വെളിപ്പെടുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ഓരോ മകനും മകളും പ്രാർത്ഥിക്കുക. ദൈവാത്മാവേ, എന്റെ ശരീരത്തില് അവിടുന്ന് വെളിപ്പെടണമേ. വചനമായി, ശക്തിയായി, സാന്നിധ്യമായി, കാരുണ്യമായി എന്റെ ശരീരത്തില് ദൈവാത്മാവ് വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഓരോ മകനും മകളും
യേശുവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ. അത്യുന്നതനായ ദൈവത്തിന്റെ സാന്നിധ്യത്തെ, ശക്തിയെ സ്തുതിച്ച് ആരാധിക്കുന്നു. ഉദ്ധാനം ചെയ്ത യേശുവിനെ എല്ലാ മക്കളും ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത്ഭുതകരമായ രോഗശാന്തി ഈശോ നൽകുന്നതായി പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നുണ്ട്. പരിശുദ്ധ കുർബാനയിൽ വസിക്കുന്ന ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ യേശു ക്രിസ്തു ഈ സമൂഹത്തെ അനുഗ്രഹിക്കുന്നതായി പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നുണ്ട്. സക്രാരിയിൽ നിന്ന് വലിയ ശക്തി പുറപ്പെടുന്നതായി ആത്മാവ് കാണിച്ചു തരുന്നു. തിരുരക്തത്തിന്റെ വലിയ അഭിഷേകം ഈ സമൂഹത്തില് ഇതാ വ്യാപരിക്കുന്നു. അത്യുന്നതനായ ദൈവത്തിന്റെ സാന്നിധ്യം ഈ സമൂഹത്തില് വെളിപ്പെടുന്നതായി ആത്മാവ് കാണിച്ചു തരുന്നു. കരമുയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? പരിശുദ്ധാത്മാവേ എന്ന് വിളിക്കാമോ? പരിശുദ്ധാത്മാവേ എന്ന് വിളിക്കാമോ? ഉദ്ധാനം ചെയ്ത യേശുവിനെ വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? എല്ലാവരും ചേർന്ന് വിളിക്കാമോ? അഭിഷേകത്തോടെ വിളിക്കാമോ? ശക്തിയോടെ വിളിക്കാമോ? ശരീരത്തിൽ വസിക്കുന്നവനെ വിളിക്കാമോ? സൗഖ്യദായകനായ ദൈവത്തെ വിളിക്കാമോ? അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുന്നവനെ വിളിക്കാമോ? സാത്താനെ പരാജയപ്പെടുത്തിയവനെ വിളിക്കാമോ? ശരീരത്തിൽ വെളിപ്പെടണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിളിക്കാമോ? ഒന്ന് ചേർന്ന് വീണ്ടും പാടി പ്രാർത്ഥിക്കുക. വലിയ ശക്തിയും സാന്നിധ്യവും അഭിഷേകം വ്യാപരിക്കുന്നുണ്ട്. എല്ലാവരും പ്രാർത്ഥിക്കുന്നു. യോർദാൻ നദിയിൽ ഇറങ്ങി വന്നതുപോ അഭിഷേകത്തിൻ നിറവായി നീ വരണേ. യോർദാൻ നദിയിൽ ഇറങ്ങി വന്നതുപോ അഭിഷേകത്തിൻ നിറവായി നീ വരണേ. സാത്താൻ ശക്തിയെ തകർത്തിടാൻ, ബന്ധനമെല്ലാം അഴിച്ചിടാൻ അഭിഷേകത്താൽ നിന്നെ നിറയ്ക്കണമേ ഈശോയെ. സാത്താൻ ശക്തിയെ തകർത്തിടാൻ, ബന്ധനമെല്ലാം അഴിച്ചിടാൻ അഭിഷേകത്താൽ നിന്നെ നിറയ്ക്കണമേ. കരമുയർത്തിയെടുത്ത് പാടാം. എന്നിൽ നിറയട്ടെ, സഭയിൽ നിറയട്ടെ, ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. 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 എല്ലാവരും എന്നിൽ നിറയട്ടെ, സഭയിൽ നിറയട്ടെ, ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. എന്നിൽ നിറയട്ടെ, സഭയിൽ നിറയട്ടെ, ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. എല്ലാവരും ചേർന്ന് നിറയട്ടെ, സഭയിൽ നിറയട്ടെ, ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. എന്നിൽ 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 നിറയട്ടെ, സഭയിൽ നിറയട്ടെ, ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരഹൃദയത്തോടൊന്ന് ചേർത്ത് വെക്കാമോ? കരഹൃദയത്തോട് ചേർത്ത് വെച്ച് കണ്ണുകളടച്ച് ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ച് ദൈവാത്മാവ് നമ്മളിൽ വെളിപ്പെടുവാൻ, ദൈവ സ്വഭാവം നമ്മളിൽ വെളിപ്പെടുവാൻ എന്ന് പ്രാർത്ഥിച്ച് ഓരോ മകനും മകളും എന്റെ സ്വഭാവം ഇത് സ്വഭാവമാണ്,
എന്റെ പ്രവൃത്തികൾ ഏത് പ്രവൃത്തിയാണ്? എന്റെ സ്വഭാവം ദൈവത്തിന്റെ സ്വഭാവമാണോ? പാപത്തെ പരാജയപ്പെടുത്തുവാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ? ജഡത്തിന്റെ ആസക്തികളെ തകർത്തു കളയുവാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ? പ്രലോഭനങ്ങളെ അതിജീവിക്കുവാൻ എനിക്ക് ശക്തിയുണ്ടോ? ശക്തി തരുന്ന തമ്പുരാന്റെ കാരുണ്യത്തെ നമുക്ക് നിമിഷം സ്വീകരിക്കാം. നമ്മളിലുള്ള ദൈവകാരുണ്യത്തെ ദൈവം കരുണ കാണിക്കുക. നീ എത്ര പാപിയാണെങ്കിലും, നിന്നിൽ എത്ര ബലഹീനതകളുണ്ടെങ്കിലും അതിനെ ഏറ്റെടുക്കുവാൻ ശക്തനായ ദൈവം ദിവ്യകാരുണ്യമായി, ദൈവത്തിന്റെ കാരുണ്യമായി, കരുണയായി നമ്മുടെ ഉള്ളിലുണ്ട്. ഓരോ പരിശുദ്ധ കുർബാനയിലൂടെയും ഈശോ നമ്മോട്, ദൈവം നമ്മോട് കരുണ കാണിക്കുക. ആ വലിയ കാരുണ്യം എനിക്ക് അനുഭവിക്കുവാൻ സാധിക്കുന്നുണ്ടോ? എനിക്ക് മറ്റുള്ളവരോട് കരുണയുണ്ടോ? ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ച്. ഒരു പുതിയ അഭിഷേകം, ഒരു പുതിയ ചൈതന്യം കർത്താവ് തരുന്നുണ്ട്. ഒരു പുതിയ അഭിഷേകം, സാന്നിധ്യം, തമ്പുരാന്റെ കാരുണ്യം നമ്മളിൽ വെളിപ്പെടുന്നുണ്ട്. അത് പൂർണ്ണതയിൽ വെളിപ്പെടാൻ നമുക്ക് നിമിഷം ആഗ്രഹിക്കാം. 12 സ്ലീഹന്മാരെ ഈശോ തെരഞ്ഞെടുത്തു. ഒരുവൻ നഷ്ടപ്പെട്ടു. 11 ശിഷ്യന്മാരും പരിശുദ്ധ അമ്മയും ചേർന്ന് പ്രാർത്ഥിച്ചപ്പോഴാണ് ഒരുവനെ കൂടി കിട്ടുകയാണ്, ചേർക്കപ്പെടുകയാണ്. 12 സ്ലീഹന്മാരെ ദൈവം തിരഞ്ഞെടുക്കുകയാണ്. പ്രാർത്ഥിച്ച്, ഓരോരുത്തരും പ്രാർത്ഥിച്ച്. നമ്മളെ ഓരോരുത്തരെയും ദൈവം തെരഞ്ഞെടുത്ത് കർത്താവിന്റെ ഈ ആലയത്തിൽ ഒരുമിച്ച് കൂട്ടിയിരിക്കുക. ഒന്ന് പ്രാർത്ഥിച്ച്. ഈശോയെ, ആ വലിയ തെരഞ്ഞെടുപ്പ്, ആ വലിയ നിമിഷം പ്രാർത്ഥിച്ച്, ഓരോരുത്തരും പ്രാർത്ഥിച്ച്. ആ വലിയ തെരഞ്ഞെടുപ്പിനെ മനസ്സിലൊന്ന് കണ്ടേ. തമ്പുരാൻ ഉപയോഗിക്കുവാൻ, യേശുവിനെ ഉപയോഗിക്കുവാൻ തക്കവിധം, പ്രവർത്തിക്കുവാൻ തക്കവിധം 12 സ്ലീഹന്മാരെ തെരഞ്ഞെടുത്തു. എന്നാൽ ഒരുവൻ നഷ്ടപ്പെട്ടു. നഷ്ടപ്പെടാതിരിക്കുവാൻ, യേശുവിന്റെ തിരുസന്നിധിയിൽ നിന്ന് ഞാനും നിങ്ങളും നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാൻ, ദൈവത്തിന്റെ കാരുണ്യത്തിൽ നിന്ന് ഞാനും നിങ്ങളും നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാൻ നമുക്ക് ദൈവസന്നിധിയിൽ ആ വലിയ കാരുണ്യത്തിനായിട്ട് നമുക്കും പ്രാർത്ഥിക്കാം. ഈശോയെ, തിരുശരീര രക്തത്തോട് ചേർന്ന് മരണം വരെ ജീവിച്ച് ആ തിരുശരീര രക്തത്തിലൂടെ സ്വർഗീയ സൗഭാഗ്യത്തിന് ഞങ്ങളെ യോഗ്യരാക്കുന്ന സ്നേഹത്തിന്റെ മണിക്കൂറുകൾ ഇതെന്റെ ശരീരമാ, ഇതെന്റെ രക്തമാ, എന്റെ ശരീരത്തിലൂടെയും രക്തത്തിലൂടെയും ഞാൻ ഇതാ വിധാനം ഒരുക്കിയിരിക്കുക, വഴിയൊരുക്കിയിരിക്കുക സ്വർഗരാജ്യത്തിലേക്ക് നിങ്ങൾക്ക് കടന്നു വരുവാൻ. ഓരോ പരിശുദ്ധ കുർബാനയിലൂടെയും യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ ശരീരത്തിലൂടെയും രക്തത്തിലൂടെയും അവൻ വിധാനമൊരുക്കി സ്വർഗീയ പിതാവിന്റെ മഹത്വത്തിലേക്ക് പ്രവേശിക്കുവാൻ. ആ വലിയ ദൈവിക രഹസ്യമാണ് പെന്തക്കോസ്ത ദിവസം അപ്പസ്തോലന്മാർക്ക് വെളിപ്പെട്ടത്. അവരൊന്നു ചേർന്ന് അപ്പം മുറിക്കൽ ശുശ്രൂഷയിലും പ്രാർത്ഥനയിലും സദാ താല്പര്യപൂർവ്വം ദേവാലയങ്ങളിൽ അവർ ഒരുമിച്ചുകൂടി. ആദിമ സഭയുടെ ആ ചൈതന്യമാണ് ഓരോ ദേവാലയങ്ങളിലും ഇന്ന് വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം മുറിക്കൽ ശുശ്രൂഷയിലും പ്രാർത്ഥനയിലും സദാ താല്പര്യപൂർവ്വം പങ്കുചേരുന്ന കർത്താവിന്റെ മക്കള്, ആ വലിയ കാരുണ്യത്തില് പങ്കുചേരുന്ന ദൈവത്തിന്റെ മക്കള്. പ്രാർത്ഥിച്ച് ഓരോ മകനും മകളിത് നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാൻ, ഈ തിരുശരീര രക്തത്തിലൂടെ സ്വർഗീയ സൗഭാഗ്യത്തിലേക്ക് കടന്നു ചെല്ലുവാൻ അവിടുന്ന് ഒഴുക്കിയിരിക്കുന്ന വഴി, അവന്റെ ശരീരത്തിലൂടെയാ വിധാനമൊരുക്കിയത്, അവന്റെ രക്തത്തിലൂടെയാണ് അവൻ വഴിയൊരുക്കിയത്. രക്തത്താൽ നമ്മളെ കഴുകി വിശുദ്ധീകരിച്ച് അവന്റെ ശരീരത്തിലൂടെ സ്വർഗീയ സൗഭാഗ്യത്തിന് നമ്മളെ യോഗ്യരാക്കുകയാണ്. പ്രാർത്ഥിച്ചേ. ഈശോയെ, പരിശുദ്ധ കുർബാനയിലെ ആ ദൈവിക മഹത്വത്തെ
ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ എന്ന് ഓരോ മകനും മകളും ഈശോയോട് പ്രാർത്ഥിക്കുക. അഭിഷേകം നിറയട്ടെ, ശക്തി വെളിപ്പെടട്ടെ, അഭിഷേകം നിറയട്ടെ, സാന്നിധ്യം വെളിപ്പെടട്ടെ. കർത്താവേ, നിന്റെ മഹത്വം ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടുത്തി തരണമേ എന്ന് പ്രാർത്ഥിച്ച് സൗഖ്യമായിട്ട്, അനുഗ്രഹമായിട്ട്, നിന്റെ സാന്നിധ്യമായിട്ട്, വലിയ കാരുണ്യമായിട്ട് ഞങ്ങളുടെ ശരീരത്തിൽ നിന്റെ മഹത്വം വെളിപ്പെടട്ടെ. നിനക്ക് വേണ്ടി ജീവിക്കുവാൻ, യേശുക്രിസ്തുവിന് വേണ്ടി ജീവിക്കുവാനുള്ള വലിയ കൃപയാണ് ഈശോ തരുന്നത്. എല്ലാം ഉപേക്ഷിച്ച് ലോകത്തിൻ്റെതായ എല്ലാ സൗഭാഗ്യങ്ങളും സുഖങ്ങളും ഹൃദയതലങ്ങളിൽ നിന്ന് ഉപേക്ഷിച്ചുകൊണ്ട് അവന്റെ ആ പീഡാസഹനത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ജീവിക്കുവാനുള്ള വലിയ അഭിഷേകം, ആ കൃപ എല്ലാവരും ഒന്ന് ആഗ്രഹിച്ച് അവിടുന്ന് സൗജന്യമായി നൽകുന്ന ഈ ലോകത്തിൻ്റെതായ കാര്യങ്ങളിലേക്ക് നാം വ്യഗ്രത പൂണ്ട് ജീവിക്കുമ്പോൾ ഈ ലോകത്തിൽ ദൈവം തന്നിരിക്കുന്ന സൗഭാഗ്യങ്ങൾ നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കാതെ വരികയാണ്. നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിൽ നിന്ന് മാത്രം ഭക്ഷിക്കരുതെന്ന് ഈശോ പറഞ്ഞു. നന്മതിന്മകളുടെ അറിവിന്റെ പാപത്തിന്റെ വൃക്ഷത്തിൽ നിന്ന് നീ ഭക്ഷിക്കരുത്. ജീവന്റെ വചസ്സുകളെ സ്വീകരിച്ചുകൊണ്ട് ജീവന്റെ വൃക്ഷത്തിൽ നിന്ന് ഭക്ഷിച്ചുകൊണ്ട് ജീവിക്കുവാൻ തമ്പുരാൻ നമ്മോട് പറഞ്ഞു. തിന്മയെ ഉപേക്ഷിച്ചുകൊണ്ട് നന്മയിലുള്ള ജീവിതത്തിലോ ദൈവത്തിന്റെ മഹത്വം നമ്മുടെ ജീവിതങ്ങളിലോ വെളിപ്പെടുമെന്ന് തമ്പുരാൻ മുന്നറിയിപ്പ് നൽകിയതാണ്. ഒറ്റയ്ക്കായിരുന്നപ്പോൾ പ്രലോഭകൻ പ്രലോഭനത്തിൽ അകപ്പെടുത്തിയപ്പോൾ പറുദീസ നഷ്ടപ്പെട്ടു പോയതാണ്. ഈ നഷ്ടപ്പെട്ട പറുദീസയാണ് ദൈവം പരിശുദ്ധമായ കുദാശകളിലൂടെ അവിടുന്ന് വീണ്ടെടുത്തു തന്നു. ദൈവികമായ സ്വഭാവം നഷ്ടപ്പെട്ടുപോയി. ദൈവികമായ ചൈതന്യം മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് മായ്ക്കപ്പെട്ടു. പിതാവായ ദൈവം തന്റെ പുത്രനായ യേശുക്രിസ്തുവിലൂടെ ആ ചൈതന്യം വീണ്ടും നമ്മുടെ ശരീരത്തിൽ നിക്ഷേപിച്ചു. പരിശുദ്ധ കുർബാന സ്ഥാപിച്ചുകൊണ്ട് തന്റെ പുത്രനായ ദൈവം തന്റെ ശരീരത്തെ മനുഷ്യന്റെ പാപത്തിനു വേണ്ടി വിട്ടുകൊടുത്തുകൊണ്ട് പാപപരിഹാര ബലി ഈ ഭൂമിയിൽ അർപ്പിച്ചതിനു ശേഷം സ്വർഗത്തില് പിതാവിന്റെ മഹത്വത്തിലേക്ക് പ്രവേശിച്ച പുത്രൻ തമ്പുരാൻ ഇന്ന് അപ്പത്തിന്റെ രൂപത്തില് നമ്മുടെ ശരീരങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ ഓരോ ശരീരങ്ങളും മഹത്വപൂർണമാവുകയാണ്. കരങ്ങൾ ഉയർത്തി ദൈവ സാന്നിധ്യത്തിന്റെ ഈ ശരീരത്തെ ദൈവത്തിന് കൊടുത്തുകൊണ്ട് ലോകത്തിൻ്റെതായ നൈമിഷിക സുഖങ്ങൾക്ക് ശരീരത്തെ വിട്ടുകൊടുക്കാതെ, പാപത്തിന് ശരീരത്തെ വിട്ടുകൊടുക്കാതെ, ദൈവവചനത്തിന് ശരീരത്തെ വിട്ടുകൊടുത്തുകൊണ്ട് ഓരോ മകനും മകളും തമ്പുരാന്റെ സന്നിധിയിൽ സ്വരമുയർത്തി തന്റെ ശരീരത്തിലുള്ള പാപാവസ്ഥകളെ മുഴുവനും, പ്രലോഭനത്തിന്റെ അവസ്ഥകളെ മുഴുവനും, ജഡിക താല്പര്യങ്ങളെ മുഴുവനും ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശരീരത്തിൽ വസിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം ശരീരത്തിൽ വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഓരോ മകനും മകളും തമ്പുരാന്റെ സന്നിധിയിൽ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് വിശ്വസ്തയോടെ തന്റെ ശരീരത്തെ കർത്താവിന്റെ ബലിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് സ്വരമുയർത്തി ഒന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്വതന്ത്രമായിട്ടും ശക്തമായിട്ടൊന്ന് പ്രാർത്ഥിച്ച് അഭിഷേകം നിറയട്ടെ, ശക്തി നിറയട്ടെ, ആത്മാവ് വെളിപ്പെടട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പസ്തോല പ്രവർത്തനം 1-ാം അധ്യായം 26-ാം തിരുവചനം ഇപ്രകാരം പറയുന്നു: പിന്നെ അവർ കുറിയിട്ടു, മത്യാസിന് കുറി വീണു. 11 അപ്പസ്തോലന്മാരോടെ അവൻ എണ്ണപ്പെടുകയും ചെയ്തു. 12ാമത് ഒരുവനായി ഞാനും നിങ്ങളും 12ാമത് ഒരുവനായി കർത്താവിന്റെ ശിഷ്യന്മാരോട് ചേർക്കപ്പെടുന്ന അത്ഭുതകരമായ ദൈവിക നിമിഷം. കരങ്ങളുയർത്തി പരിശുദ്ധ കുർബാനയിലൂടെ യേശുവിന്റെ ശരീരവും രക്തവുമായി നാം രൂപപ്പെടുന്ന അത്ഭുത നിമിഷം. 11 പേരോടുകൂടി ഒരുവനോടും ചേർന്നപ്പോൾ അത് 12 തീരുകയാ. പ്രിയ ദൈവജനമേ, അവന്റെ ശരീരത്തോടും രക്തത്തോടും ചേർന്ന് നിൽക്കുമ്പോൾ നാം ഓരോരുത്തരും ക്രിസ്തു ശിഷ്യരായി രൂപപ്പെടുന്ന അത്ഭുതകരമായ കൂദാശയാണ് മക്കളെ പരിശുദ്ധ കുർബാന. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച്
സ്വരമുയർത്തി ആ 12 പേരും സെഹിയോൻ ഊട്ടുശാലയില് ഒരുമിച്ചിരുന്ന് പരിശുദ്ധ കന്യാമറിയത്തോട് ചേർന്ന് ഏക മനസ്സോടെ ഒരേ ലക്ഷ്യത്തോടെ അവർ പ്രാർത്ഥിച്ചു. പെന്തക്കോസ്ത ദിനം ആഗ്രഹിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ വലിയ ആവാസം ശരീരത്തില് വെളിപ്പെടുവാൻ ആഗ്രഹിച്ചുകൊണ്ട് അവർ ഒന്നു ചേർന്ന് പ്രാർത്ഥിച്ചു. അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായം 1 മുതലുള്ള തിരുവചനം. പെന്തക്കോസ്താ ദിനം ആഗതമായപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു. കൊടുങ്കാറ്റടിക്കുന്നത് പോലെ ഒരു ശബ്ദം പെട്ടെന്ന് ആകാശത്തു നിന്നുണ്ടായി. കരമുയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് അവർ സമ്മേളിച്ചിരുന്ന വീട് മുഴുവൻ നിറഞ്ഞു നിന്നു. അഗ്നിജ്വാലകൾ പോലുള്ള നാവുകൾ തങ്ങളിൽ ഓരോരുത്തരുടെ മേൽ വന്നു നിൽക്കുന്നതായി അവർ പരസ്പരം കണ്ടു. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ആത്മാവ് കൊടുത്ത ഭാഷണമനുസരിച്ച് അവർ വിവിധ ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ആത്മീയ ചൈതന്യം, സ്വർഗീയ അഭിഷേകം, സ്വർഗീയ ശബ്ദം ഓരോ മക്കളിലും വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്താം. സ്വരമുയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മാവിനെ ആഗ്രഹിച്ച് ആത്മാവ് വെളിപ്പെടുവാൻ ആഗ്രഹിച്ചുകൊണ്ട് പെന്തക്കോസ്താ തിരുനാള് തിരുസഭ ആഘോഷിക്കുന്ന ഈ മണിക്കൂറുകളിലേക്ക് നാം ചേർന്ന് ആ മണിക്കൂറുകളിലേക്ക് ചേർന്ന് നിന്നുകൊണ്ട് ദൈവജനം ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. പത്രോസിൽ നിന്ന്, പരിശുദ്ധ പിതാവിൽ നിന്ന്, കർദിനാളന്മാരിലൂടെ, സഭാപിതാക്കന്മാരിലൂടെ വ്യാപരിക്കുന്ന, വൈദികരിലൂടെ വ്യാപരിക്കുന്ന, പെയ്തിറങ്ങുന്ന ദൈവ സാന്നിധ്യത്തിന്റെ ശക്തിയാണ് ഈ ബലിപീഠത്തിലൂടെ ഇതാ വ്യാപരിക്കുന്നത്. ക്രിസ്തുവിന്റെ അഭിഷേകം, ഉത്ഥാനം ചെയ്ത യേശു ക്രിസ്തുവിന്റെ അഭിഷേകം, നിത്യപുരോഹിതനായ യേശു ക്രിസ്തുവിന്റെ ശക്തിയാണ് ഈ സമൂഹത്തില് ഇപ്പോൾ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കരമുയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്വതന്ത്രമായിട്ട് സ്തുതിക്കാമോ? ഓരോന്നേ എല്ലാവരും പ്രാർത്ഥിച്ചേ, എല്ലാവരും പ്രാർത്ഥിച്ചേ. അഭിഷേകം നിറയട്ടെ, ശക്തി നിറയട്ടെ, ദൈവാത്മാവ് വെളിപ്പെടട്ടെ. ദൈവവചനം അനുസരിച്ച് ജീവിക്കുവാൻ ദൈവം കൃപ നൽകുന്നു. ഹല്ലേലൂയ. 10 പ്രമാണങ്ങൾ അനുസരിച്ച് ജീവിക്കുവാൻ ശക്തി തരുന്നു. ഹല്ലേലൂയ. തന്റെ ആത്മാവിനാൽ ദൈവം തന്റെ മക്കളെ ശക്തിപ്പെടുത്തുന്നു. ഉദാശകളിലൂടെ ദൈവിക സാന്നിധ്യത്തിന്റെ ശക്തി ശരീരങ്ങളിലോ ഇതാ വെളിപ്പെടുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒന്ന് ചേർന്ന് കരമടിച്ച് പാടി പ്രാർത്ഥിക്കാം. എല്ലാവരും ചേർന്ന് ഒരു പുതിയ പെന്തക്കോസ്താ അഭിഷേകം ലഭിക്കപ്പെടുവാൻ, ദൈവവചനമനുസരിച്ച് ജീവിക്കുവാനുള്ള വലിയ കൃപ ആഗ്രഹിച്ചുകൊണ്ട് മറ്റുള്ളവരോട് കരുണ തോന്നുന്ന ആ കാരുണ്യത്തിന്റെ അഭിഷേകം, ദിവ്യകാരുണ്യത്തിന്റെ അഭിഷേകം ശരീരത്തില് വെളിപ്പെടുവാൻ നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ഒന്ന് സുഖപ്പെടുത്താമോ? കുഷ്ഠരോഗി ഈശോയോട് ചോദിക്കുക, മനസ്സുണ്ടെങ്കിൽ ഒന്ന് സുഖപ്പെടുത്താമോ? കരുണയുള്ള ദൈവം, കാരുണ്യവാനായ ദൈവം യേശുനാഥൻ ആ മകനോട് പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, നീ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു. കരമുയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? നമുക്കൊന്ന് ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. പുതിയൊരു അഭിഷേകം വ്യാപരിക്കുന്നുണ്ട്. നാളിൽ മുൻമഴ പെയ്ച്ച പരമപിതാവേ പിന്മഴ നൽകാളിൽ മുൻമഴ പെയ്ച്ച പരമപിതാവേ പിന്മഴ നൽകാം. പിന്മഴ പെയ്യണം, മാലിന്യം മാറേണം, നിഞ്ചനമുണർന്നു വേല ചെയ്യുവാൻ. പിന്മഴ പെയ്യണം, മാലിന്യം മാറേണം, നിഞ്ചനമുണർന്നു വേല ചെയ്യുവാൻ. നാളിൽ മുൻമഴ പെയ്ച്ച പരമപിതാവേ പിന്മഴ നൽകാം. നാളിൽ മുൻമഴ പെയ്ച്ച പരമപിതാവേ പിന്മഴ നൽകാം. അഭിഷേകത്തോടെ വലിയ ആഗ്രഹത്തോടെ എല്ലാവരും പ്രാർത്ഥിക്കുക. സകല ബന്ധനങ്ങൾ അഴിയുക, സകല തടസ്സങ്ങൾ നീങ്ങുക. ജീവിതത്തിന്റെ പ്രതിസന്ധികളോ ദൈവമക്കളുടെ ജീവിതത്തിൽ നിന്ന് യേശു എന്നേക്കുമായി ഈശോ എടുത്തു മാറ്റുകയാണ്. വലിയ അത്ഭുതങ്ങളും വലിയ അടയാളങ്ങളും പരിശുദ്ധ കുർബാനയിൽ വസിക്കുന്ന
ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ യേശു ക്രിസ്തു ഇപ്പോൾ ഈ സമൂഹത്തിന്റെ മേൽ ഇഷ്ടപ്പെടുകയ, പ്രവർത്തിക്കുക. കരങ്ങൾ ഉയർത്തി ഒന്ന് വിളിക്കാമോ? ഈശോയേന്ന് വിളിക്കാമോ? ഈശോയേന്ന് വിളിക്കാമോ? ഈശോയേന്ന് വിളിക്കാമോ? ഉയർത്തെഴുന്നേറ്റവനെ വിളിക്കാമോ? ആ വലിയ ദൈവിക സത്യത്തെ വിളിക്കാമോ? പരിശുദ്ധ കുർബാനയിൽ വസിക്കുന്ന ജീവനുള്ള ദൈവത്തെ ഒന്ന് വിളിക്കാമോ? അപ്പത്തിന്റെ രൂപത്തില് സ്വയം രൂപാന്തരപ്പെട്ടവനെ ഒന്ന് വിളിക്കാമോ? നമ്മുടെ ശരീരത്തെ മഹത്വപൂർണമാക്കുന്ന ആ വലിയ കൂദാശയെ ഒന്ന് വിളിക്കാമോ? പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് ദൈവജനത്തെ മോചിപ്പിച്ച ആ വലിയ കാരുണ്യത്തിന്റെ മണിക്കൂറുകളില് തമ്പുരാൻ ആ വലിയ സ്നേഹം നമ്മളിൽ പ്രകടമാക്കി. കാൽവരി മലയുടെ നെറുകയിലോ മാനവകുലത്തിന്റെ പാപത്തെ ഏറ്റെടുത്തുകൊണ്ട് തന്റെ ശരീരത്താലും രക്തത്താലും അവിടുന്ന് വീണ്ടെടുത്തുകൊണ്ട് തന്റെ ആത്മാവിനാൽ നമ്മെ അഭിഷേകം ചെയ്ത ആ സ്നേഹത്തിന്റെ കൂദാശ അവിടുന്ന് സ്ഥാപിച്ചു. സഖിയ നോട്ടുശാലയിലോ 12 അപ്പസ്തോലന്മാരും പരിശുദ്ധ കന്യാമറിയവും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധ കുർബാനയുടെ ശക്തി അപ്പസ്തോലന്മാരുടെ ശരീരത്തിലോ വെളിപ്പെട്ടു. മക്കളെ, അതാണ് പെന്തക്കോസ്ത അനുഭവം. കരമുയർത്തി ഒന്ന് വിളിക്കാമോ? ഈശോയെന്ന് വിളിക്കാമോ? ഈശോയെന്ന് വിളിക്കാമോ? ഈശോയെന്ന് വിളിക്കാമോ? യേശുവേന്ന് വിളിക്കാമോ? യേശുവേന്ന് വിളിക്കാമോ? യേശുവേന്ന് വിളിക്കാമോ? കരമടിച്ച് വീണ്ടും പാടി പ്രാർത്ഥിക്കുന്നു. മുട്ടോളമല്ലാരയോളം പോരാ വലിയൊരു ജീവനദിയൊഴുകാൻ. മുട്ടോളമല്ലാരയോളം പോരാ വലിയൊരു ജീവനദിയൊഴുകാൻ. നീന്തല്ലാതെ കടപ്പാൻ വയ്യാത്ത നീരുറവ ഇന്ന് തുറക്കനാഥ. നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത നീരുറവ ഇന്ന് തുറക്കനാഥ. നാളിൽ മഴ പെയ്ച്ച പരമപിതാവേ പിന്മഴക. നാളിൽ മഴ പെയ്ച്ച പരമപിതാവേ പിന്മഴക. ശക്തി വെളിപ്പെടട്ടെ, ആത്മാവ് വെളിപ്പെടട്ടെ ഓരോ ശരീരത്തിലും. ദൈവ സാന്നിധ്യം വെളിപ്പെടട്ടെ, കൃപ നിറയട്ടെ ഓരോ മകനിലും മകളിലും. ദൈവാത്മാവിന്റെ അഭിഷേകം വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ ഉയർത്തി ഒന്നോട് സ്തുതിക്കാമോ? എല്ലാവരും സ്തുതിച്ചേ. ദൈവത്തിൽ നിന്ന് പ്രചോദനം ലഭിക്കാതെ ആർക്കും ദൈവത്തെ സ്തുതിക്കുവാൻ സാധിക്കത്തില്ല. ഭാവിക്ക് സ്തോത്രഗീതം ഇണങ്ങുന്നില്ല. മരിച്ചവർ ദൈവത്തെ സ്തുതിക്കുന്നില്ല. അഭിഷേകം വ്യാപരിക്കട്ടെ. സർവശക്തനായ ദൈവത്തെ സ്തുതിക്കണമെങ്കിൽ ദൈവത്തിൽ നിന്ന് പ്രചോദനം ലഭിക്കാതെ ആരും ദൈവത്തെ സ്തുതിക്കുന്നില്ല. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ആ വലിയ പ്രചോദനം ദൈവത്തിൽ നിന്നുള്ള പ്രചോദനമാണ് ദൈവത്തെ സ്തുതിക്കുവാനുള്ള ശക്തി. കരങ്ങൾ ഉയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെന്ന് വിളിക്കാമോ? ഉയർത്തെഴുന്നേറ്റവനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ടൊന്ന് വിളിക്കാമോ? പാപിനിയായ സ്ത്രീ കണ്ട യേശുവിനെ മനസ്സിൽ കണ്ടുകൊണ്ട് ഒന്ന് വിളിക്കാമോ? സത്യമായി ഉയർത്തെഴുന്നേറ്റ് പരിശുദ്ധ കുർബാനയിൽ അപ്പത്തിൽ വസിക്കുന്ന ജീവിക്കുന്ന ദൈവം യുഗാന്ത്യം വരെ ലോകാവസാനത്തോളം ദൈവമക്കളുടെ ശരീരത്തിൽ വസിക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് കുരിശിൽ കിടന്നുകൊണ്ട് അവിടുന്ന് ഇപ്രകാരം പ്രാർത്ഥിച്ചു: എനിക്ക് ദാഹിക്കുന്നു. ഓരോ മകന്റെയും മകളുടെയും ശരീരത്തിൽ വസിക്കുവാൻ അത്രമാത്രം ആഗ്രഹിച്ചുകൊണ്ട് പിതാവിനോട് പ്രാർത്ഥിക്കുന്ന പുത്രൻ തമ്പുരാന്റെ ആ വലിയ കാരുണ്യമാണ്. പ്രിയ ദൈവജനമേ, ഞാനും നിങ്ങളും ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കരുണയുടെ ഈശോ. കാരുണ്യം, ദിവികാരുണ്യം. കരമുയർത്തി വിളിക്കാമോ? ഈശോയെന്ന് വിളിക്കാമോ? ഈശോയെന്ന് വിളിക്കാമോ? ഈശോയെന്ന് വിളിക്കാമോ? ഈശോയെന്ന് വിളിക്കാമോ? വീണ്ടും പാടി പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ചേർന്ന് കരങ്ങൾ ഉയർത്തി അടിച്ചു പാടാം.
ചലിക്കുന്ന എല്ലാ പ്രാണികളും ഇന്ന് ചലനമുണ്ടാക്കി ജീവൻ പ്രാപിപ്പാൻ. ചലിക്കുന്ന എല്ലാ പ്രാണികളും ഇന്ന് ചലനമുണ്ടാക്കി ജീവൻ പ്രാപിക്കാൻ. ചൈതന്യം നൽകണം, നവജീവൻ വേണം, നിത്യതയിലെത്തി ആശ്വസിച്ചിടാൻ. ചൈതന്യം നൽകണം, നവജീവൻ വേണം, നിത്യതയിലെത്തി ആശ്വസിച്ചിടാൻ. നാളിൽ മുൻമഴ പെയ്ച്ച പരമപിതാവേ പിന്മഴ നൽകാം. 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 യേശുവിനെ ആരാധിക്കുന്നു. മുൻമഴ പെയ്ച്ച പരമപിതാവേ പിന്മഴ ഉയർത്തെഴുന്നേറ്റവനെ ആരാധിക്കുന്നു. മുൻമഴ പെയ്ച്ച പരമപിതാവേ യേശുവിനെ ആരാധിക്കുന്നു. മുൻമഴ പെയ്ച്ച അഭിഷേകം വ്യാപരിക്കുന്നു. അഭിഷേകം പെയ്ച്ച പരമപിതാവേ വ്യാപരിക്കുന്നു. യേശുക്രിസ്തുവിന്റെ ശക്തി വ്യാപരിക്കുന്നു. യേശുവിന്റെ ശക്തി വ്യാപരിക്കുന്നു. പരിശുദ്ധ കുർബാനയുടെ ശക്തി വെളിപ്പെടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വന്തമായിട്ട് ശ്രദ്ധിക്കാമോ? എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചേ. പോരന്നേ, എല്ലാവരും ആത്മാവിൽ നിറഞ്ഞ് പ്രാർത്ഥിച്ചേ. പോരാ 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 പോരാ. എല്ലാ മകനും മകളും പ്രാർത്ഥിക്കുക. എല്ലാ മകനും മകളും പ്രാർത്ഥിക്കുക. സ്വരമുയർത്തി സ്തുതിച്ചേ. അഭിഷേകം വ്യാപരിക്കട്ടെ, അഭിഷേകം വ്യാപരിക്കട്ടെ. എല്ലാവരും പ്രാർത്ഥിച്ചേ. അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ. സ്വരമുയർത്തി പ്രാർത്ഥിച്ചു. നാണക്കേടൊന്നുമില്ലെന്നേ. സ്വരമുയർത്തി പ്രാർത്ഥിച്ചു. അഭിഷേകം നിറയുക, ബന്ധനം അഴിയുക, കെട്ടുകൾ അഴിഞ്ഞു മാറുകയാ. ജീവിതത്തിന്റെ പ്രതിസന്ധികള് മാറ്റപ്പെടുകയാ. ശക്തി വെളിപ്പെടുകയാ. സാന്നിധ്യം വെളിപ്പെടുകയാ. സ്വീകരിച്ച പരിശുദ്ധ ഖുദാശയുടെ ശക്തി വ്യാപരിക്കപ്പെടുകയാ. സഭയുടെ ശക്തി വ്യാപരിക്കപ്പെടുകയാ. സ്വരമുയർത്തി പ്രാർത്ഥിച്ചേ. അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ. ആത്മാവ് നിറയട്ടെ. ബന്ധനങ്ങൾ അഴിയട്ടെ, കെട്ടുകളെല്ലാം അഴിയട്ടെ. യേശുവേ നന്ദി, യേശു ആരാധന. നമുക്ക് സ്വസ്ഥമായിട്ടിരിക്കാം. വലിയ കാരുണ്യത്തിന്റെ സമയമാണ്. ഇവിടെ നമ്മൾ ഈ കഴിഞ്ഞ ആഴ്ചയിലും ഈ ആഴ്ചയിലും നമ്മൾ ശുശ്രൂഷ ആരംഭിക്കുന്ന സമയത്ത് തന്നെ വലിയ അഭിഷേകം വ്യാപരിക്കുന്നതായിട്ട് അനുഭവം കിട്ടുന്നവർ ഒന്ന് കരയുയർത്താവോ? ആരംഭത്തിൽ തന്നെ, ഈ ശുശ്രൂഷയുടെ ആരംഭത്തിൽ തന്നെ വലിയ അഭിഷേകം വ്യാപരിക്കുന്നതായിട്ട് പരിശുദ്ധാത്മാവ് കാണിച്ചിരുന്നു. അങ്ങനെ അനുഭവം കിട്ടുന്നവരെ ശക്തമായിട്ടൊന്ന് കരം ഉയർത്തുകയെ. ഇത്രയും പേർക്ക് മനസ്സിലാവുന്നുണ്ട് ആത്മാവിന്റെ അഭിഷേകം ശുശ്രൂഷയുടെ ആരംഭത്തിൽ തന്നെ അഭിഷേകം നിറയുകയെ. നമ്മുടെ ആൾക്കാർ വരുന്ന എപ്പോഴെന്ന് പറയുമ്പോ അവസാനം വരുന്നേ വലിയൊരു ദയനീയ അവസ്ഥയാണ്. ആരംഭത്തിലെ കിട്ടുന്ന അഭിഷേകത്തിലൂടെ നമ്മൾ അങ്ങോട്ട് മുന്നോട്ട് കയറുക. പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് അഭിഷേകത്തിൽ ഈ പന്തക്കസ്ത അനുഭവം ഉണ്ടായത് എപ്പോഴാ? അമ്മ വിളിച്ച് കൂടെ ഇരുത്തി. ഈ അഭിഷേകം കിട്ടുന്നത് വരെ അമ്മ ഇരുത്തി പ്രാർത്ഥിപ്പിച്ചു.
പിന്നെ നമ്മളിങ്ങനെ തോന്നിവാസായാലും നടന്ന് എപ്പോഴെങ്കിലുമൊക്കെ വന്ന് നമ്മളിങ്ങനെ പ്രാർത്ഥനയിൽ പങ്കുചേർന്ന് നമുക്കൊന്നും സംഭവിക്കത്തില്ല. ഞങ്ങളൊക്കെ ഒരുങ്ങി വരുന്നേ. ഇപ്പൊ എപ്പത്തിറങ്ങും? തലേദിവസം തൊട്ട് ആരംഭിക്കുക. ഇന്നിവിടെ ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ ലോകത്തോടുള്ള എല്ലാ താല്പര്യങ്ങളും ഉപേക്ഷിച്ച് നമ്മൾ തലേദിവസം തൊട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ച് മനസ്സിൽ ധ്യാനിച്ച് ഒരുങ്ങിയ ശുശ്രൂഷയ്ക്കായിട്ടും കൊണ്ടുവരുന്നത്. എങ്ങനെ വേണമെങ്കിലും ശുശ്രൂഷ ചെയ്യാം. ഒരുങ്ങി വന്ന് ശുശ്രൂഷ ചെയ്യും. എന്നാ സംഭവിക്കുന്നേ? ആത്മാവിന്റെ ശക്തി അവിടെ വെളിപ്പെടും. കർത്താവിന്റെ തിരുസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ വേണ്ടി ഒരുങ്ങുക. നമ്മൾ ഒരുങ്ങി വരുവാണെങ്കിൽ നമ്മളിവിടെ ജപമാല മുതൽ ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടാ ഒരുങ്ങുക. നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് നമ്മൾ ഒരുങ്ങി പ്രാർത്ഥിച്ച് ആ അഭിഷേകത്തിന്റെ പൂർണ്ണതയിലേക്ക് നമ്മൾ എത്തിച്ചേരുകയും. ചിലവർ ഞങ്ങൾ 60 ആഴ്ചയായി 80 ആഴ്ചയായി പ്രാർത്ഥനയിൽ വന്ന് പങ്കുചേർന്ന് തുടങ്ങി. അന്നൊരു അനുഗ്രഹം കിട്ടി. അവരെന്ത് സംഭവിച്ചു? അവരുടെ ജീവിതത്തിൽ എന്താ സംഭവിച്ചേ? അവരൊരുങ്ങി പ്രാർത്ഥിച്ച് അവരഭിഷേകത്തിലേക്ക് അല്ലെങ്കിൽ ദൈവാനുഗ്രഹത്തിലേക്ക്, ആ പ്രാർത്ഥന ദൈവസന്നിധിയിലേക്ക് പ്രവേശിക്കപ്പെടാൻ തുടങ്ങി. അപ്പൊ ദൈവാനുഗ്രഹം കിട്ടാൻ തുടങ്ങി. ഒരു ചേട്ടന് ഇതിലൂടെയൊക്കെ വന്നത് ആ സമയത്ത് വന്ന് എന്നോട് പറയാ, ഒന്ന് ബ്രദറെ ഒന്ന് കൈവച്ച് ഒന്ന് പ്രാർത്ഥിച്ചെന്നെ വിടാവോ? അപ്പൊ ചേട്ടാ, ഞാൻ ഈ ജനത്തിന് വേണ്ടി, ഈ പ്രാർത്ഥന ആഗ്രഹിച്ചു വരുന്ന ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് ഒരുങ്ങി വന്നതാ. ചേട്ടൻ എന്താ വന്ന വഴിയെ പോയ ചേട്ടൻ ചുമ്മാ കിട്ടുന്നൊരു സാധനം മേടിച്ചുകൊണ്ട്. അങ്ങനെ ചുമ്മാ കിട്ടത്തില്ല. വില കൊടുക്കാതെ ദൈവരാജ്യം നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കത്തില്ല. വലയും വളവും വഞ്ചിയൊക്കെ ഉപേക്ഷിച്ചിട്ടാണ് ശിഷ്യന്മാര് പത്രോസൊക്കെ കർത്താവിന്റെ തിരുസന്നിധിയിലേക്ക് കടന്നു ചെന്നപ്പോഴാരും ഉപേക്ഷിച്ചിട്ടാ. പല കാര്യങ്ങളും ഉപേക്ഷിച്ചാലേ ദൈവരാജ്യം നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. പലതും ഉപേക്ഷിക്കണം. പത്രോസ്, ആത്മാവിൽ നിറഞ്ഞ പത്രോസ് ബലിയർപ്പിക്കുവാൻ വേണ്ടി ദേവാലയത്തിലേക്ക് കടന്നു ചെല്ലുകയാണ്. അപ്പം കുറെ പേര് എടുത്തുകൊണ്ട് ഒരു മുടന്തനായ മനുഷ്യനെ അവിടെ കൊണ്ട് ഇരുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ മുടന്തൻ ആഗ്രഹിക്കുന്ന എന്താ? അവൻ എന്തെങ്കിലുമൊക്കെ കിട്ടണം. കിട്ടിയാല് രക്ഷപ്പെട്ടു. അപ്പൊ രക്ഷ ഈ സമ്പത്തിലൂടെയാണെന്ന് കരുതി മുടന്തനായി തീർന്ന ഒരു മനുഷ്യൻ. അപ്പൊ നമ്മളൊക്കെ എങ്ങനെയുള്ളവരാ? പലതരത്തിൽ മുടന്തുള്ളവരാ. ഞാനൊരു മുടന്തനായ മനുഷ്യനായിരുന്നു. സമ്പത്തിലൂടെയാണ് രക്ഷയെന്ന് കരുതിയിരുന്ന ഒരു മുടന്തനായ മനുഷ്യനായിരുന്നു ഞാൻ. നമ്മളൊക്കെ വിചാരിക്കുന്ന കാര്യം അങ്ങനെയാണ്. സമ്പത്തുണ്ടെങ്കിൽ രക്ഷപ്പെട്ടു. അപ്പൊ നമ്മളൊക്കെ എങ്ങനെയുള്ളവരാ? മുടന്തന്മാരായ വ്യക്തികളാണ്. നമ്മളെങ്ങനെ ദേവാലയത്തിൽ വരുന്നേ? മറ്റുള്ളവര് എടുത്തുകൊണ്ട് പറഞ്ഞു വിടുന്നതുകൊണ്ട് നമ്മൾ ദേവാലയത്തിൽ വന്നിരിക്കുക. ഈ വ്യക്തിയുടെ ലക്ഷ്യം എന്താ? എന്തെങ്കിലുമൊക്കെ കിട്ടണം. പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയോട് പ്രാർത്ഥിക്കാൻ പറയുന്ന കാര്യം എന്താ? ഭൗതികമായിട്ട് എന്തെങ്കിലുമൊക്കെ തരാവോ? ഭൗതികമായ ലക്ഷ്യത്തോടുകൂടി ദൈവരാജ്യത്തിലേക്ക് കടന്നു വരുന്ന മക്കളുണ്ട്. ശുശ്രൂഷാ ജീവിതത്തിൽ ഇത് തന്നെയാണ്. ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടി, ഭൗതികമായ ആവശ്യങ്ങൾക്ക് വേണ്ടി, അത് സാധിച്ചെടുക്കുവാൻ വേണ്ടി ദൈവരാജ്യത്തില് ശുശ്രൂഷ ചെയ്യുവാനായിട്ട് കടന്നു വരുന്ന ദൈവമക്കളുണ്ട്. രണ്ടു തരത്തിലുള്ള വ്യക്തികളാണ്. മുടന്ത് ബാധിച്ചവരുണ്ട്. അതെങ്ങനെയുള്ള മുടന്താ? ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി കടന്നു വരുന്നവർ. ഇവനും ദേവാലയത്തിലേക്ക് കടന്നു വന്നതിന് സുന്ദര കവാടത്തില് ഇവൻ വന്ന് കടക്കുക. എന്തിനു വേണ്ടിയാ? ദേവാലയ കവാടത്തിൽ നമ്മുടെ വാതുക്കലത്തെ ആ സ്ഥലത്ത് വന്ന് നമ്മളിവിടെ ഇറങ്ങി ചെല്ലുമ്പോൾ ഭിക്ഷയാചിച്ച് നിൽക്കുന്നവരെ കാണാം. അവരുടെ പ്രതീക്ഷ ഉണ്ട്, ഇതുണ്ടെങ്കിൽ രക്ഷപ്പെട്ടു, ഇത് കിട്ടിയാല് ഇതിലൂടെയാണ് രക്ഷ, ഈ സമ്പത്തിലൂടെയാണ് രക്ഷയെന്ന് ചിന്തിക്കുന്ന വ്യക്തികളുണ്ട്. നമ്മളിവിടെ ഒന്ന് പ്രാർത്ഥിക്കുവാണെങ്കിലും കർത്താവേ ജോലി തരണേ, കർത്താവേ കടബാധ്യത മാറ്റിത്തരണേ, കർത്താവേ രോഗം ഒന്ന് സുഖപ്പെടുത്തി തരണേ. 10 കുഷ്ഠരോഗികളെ ഈശോ സുഖപ്പെടുത്തിയത് വിജാതീയനായ ഒരുവൻ മാത്രമേ ഈശോയുടെ കൂടെ നടന്നുള്ളൂ. ദൈവവചനം അനുസരിച്ച് ദൈവിക അഭിഷേകത്തില് യേശുക്രിസ്തുവിനോട് ചേർന്ന് നടന്നത് വിജാതീയനായ ഒരു മനുഷ്യൻ മാത്രം. ബാക്കി 9 പേരും എവിടെയെന്ന് യേശു ചോദിക്കുന്നുണ്ട്. സൗഖ്യം കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് ഒന്നും തന്നെ സംഭവിക്കേണ്ടതില്ല. ദൈവരാജ്യത്തിൽ നിൽക്കണമൊന്നുമില്ല. ഞാൻ ഒത്തിരിയേറെ വ്യക്തികൾ ഇപ്പൊ ഏകദേശം 15 വർഷത്തോളമായി ശുശ്രൂഷ ജീവിതത്തിൽ ഇവിടെ കടന്നു പോകാൻ തുടങ്ങിയിട്ട് ഈ അത്ഭുതങ്ങളും അടയാളങ്ങളൊക്കെ സംഭവിച്ചു. ഒത്തിരിയേറെ മക്കളെ അവരെ കാണാറുപോലുമില്ല, കണ്ടിട്ട് പോലും ഇല്ല, കാണാറുമില്ല.
കാരണം ഈ സൗഖ്യമൊന്നും കിട്ടിക്കൊണ്ട് യേശുവിന്റെ അടുത്ത് നിൽക്കണമെന്നില്ല, അവർ ദൈവരാജ്യത്തിലൊന്നും ആയിരിക്കണമെന്നില്ല. ക്യാൻസർ രോഗിയായ ഒരു മനുഷ്യനോട് പറഞ്ഞത് കലയെ കൈവച്ചൊന്ന് പ്രാർത്ഥിക്കാവോ, എന്റെ കഴുത്തില് ക്യാൻസർ രോഗം. ഈ പള്ളിയുടെ പുറകെ വെച്ച് തന്നെ ശിരസിൽ കൈവച്ച് പ്രാർത്ഥിച്ചു, കർത്താവേ നിന്റെ പരിശുദ്ധമായ രക്തത്താൽ ഈ മകനെ കഴുകി ഇവനിലുള്ള പാപാവസ്ഥയെ നീക്കിക്കളയാവോ, ഏറ്റെടുക്കാവോ എന്ന് ചോദിച്ച് അദ്ദേഹം കടന്നുപോയി. കഴുത്തിലെ ക്യാൻസർ രോഗം സുഖപ്പെട്ടു. ഞാൻ പിന്നീട് ആ മനുഷ്യനെ ദൈവരാജ്യത്തില് കണ്ടിട്ടില്ല. സൗഖ്യം കിട്ടിയോണ്ട് ഈശോയുടെ കൂടെ നടക്കണമെന്നല്ല, ദൈവരാജ്യം പ്രഘോഷിക്കണമെന്നോ സാക്ഷ്യപ്പെടുത്തണമെന്നോ അങ്ങനെ അതൊരു കാര്യമില്ല. ആത്മാവ് ശരീരത്തിൽ വെളിപ്പെടാതെ ആരും ദൈവരാജ്യത്തില് നിലനിൽക്കുന്നില്ല. പരിശുദ്ധാത്മാവ് ശരീരത്തില് വെളിപ്പെടാതെ, ദൈവമഹത്വം ശരീരത്തില് നിലനിൽക്കാതെ ആരും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നില്ല. 10 കുഷ്ഠരോഗികളെ സുഖപ്പെടുത്തിയപ്പോൾ വിജാതീയനായ ഒരുവന്റെ ശരീരത്തില് ദൈവത്തിന്റെ വചനം നിലനിന്നപ്പോൾ ദൈവം മഹത്വപ്പെട്ടു. കരമുയർത്തി ഒന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെന്ന് വിളിക്കാമോ? ഈശോയെന്ന് വിളിക്കാമോ? പ്രിയപ്പെട്ടവരെ, ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തിയുടെ കഴിവുകൊണ്ടോ ഒന്നുമല്ല സൗഖ്യം പ്രാപിക്കുന്നത്. ദൈവശക്തി ആ വ്യക്തിയുടെ അപ്പുറത്ത് നിൽക്കുന്ന വ്യക്തിയുടെ അല്ലെങ്കിൽ സൗഖ്യം പ്രതീക്ഷിക്കുന്ന വ്യക്തിയുടെ ശരീരത്തില് ദൈവത്തിന്റെ വചനം യേശു വെളിപ്പെടുമ്പോഴാണ് സൗഖ്യം സംഭവിക്കുന്നത്. അതാണ് സത്യം. അപ്പൊ സുന്ദര കവാടത്തിൽ കിടന്ന ഈ സഹോദരൻ പത്രോസിനോട് ചോദിച്ചു, എന്തെങ്കിലും തരാവോ? ക്രിസ്തുവിനെ സ്വന്തമായി നാഥനും രക്ഷകനുമായി യേശു ക്രിസ്തുവിനെ സ്വന്തമായിട്ട് ലഭിച്ചപ്പോൾ പ്രിയപ്പെട്ടവരെ എല്ലാം ഉപേക്ഷിച്ചു. പൊന്നും വെള്ളിയും സ്വർണവും എല്ലാം ഉപേക്ഷിച്ചു. കയ്യിലെന്നാ ഉള്ളേ? യേശു ക്രിസ്തു ഉള്ളു. യേശു ക്രിസ്തു ഉണ്ടെങ്കിൽ എല്ലാം ഉണ്ട്. ഈ മുടന്തം കൈനീട്ടിയപ്പോഴ് പത്രോസ് പറഞ്ഞെന്താ? വെള്ളിയ സ്വർണമൊന്നുമില്ല, നസ്രായനായ യേശു ക്രിസ്തു എന്റെ ശരീരത്തിലുണ്ട്. പരിശുദ്ധ കുർബാന, ദൈവത്തിന്റെ കാരുണ്യം എന്റെ ശരീരത്തില്, ദൈവവചനം എന്റെ ശരീരത്തില് ഇന്ന് വസിക്കുന്നുണ്ട്. നീ എന്നിലേക്ക് നോക്കാൻ പറഞ്ഞു. നമുക്ക് പറ്റൂ മക്കളെ, ദൈവവചനം എന്നിലുണ്ട്. ആ വചനം അനുസരിച്ചാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. എന്നിലേക്ക് നോക്കാൻ നമുക്ക് പറയാൻ സാധിക്കുമോ? പറ്റുവോ? പത്രോസ് പറഞ്ഞു, വെള്ളിയോ സ്വർണോ ഒന്നും എന്റെ കൈവശമില്ല. നസ്രായനായ യേശു പറഞ്ഞ വചനം യേശു എന്റെ ശരീരത്തില് വസിക്കുന്നുണ്ട്. വചനം എന്നിലുണ്ട്. വചനം മാത്രമേ ഇന്ന് എന്നിലുള്ളൂ. അതുകൊണ്ട് മുടന്തനായ മനുഷ്യ, എന്നിലേക്ക് നോക്കുക. നസ്രായനായ യേശുവിന്റെ നാമത്തില് നീ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ വചനം അവന്റെ ശരീരത്തില് വെളിപ്പെട്ടു. അവൻ സൗഖ്യം പ്രാപിച്ചു. കരമുയർത്തി തമ്പുരാനെ ഒന്ന് മഹത്വപ്പെടുത്താമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ ഒന്ന് വിളിക്കാമോ? ഉയർത്തെഴുന്നേറ്റവനെ വിളിക്കാമോ? അപ്പത്തിൽ വസിക്കുന്നവനെ വിളിക്കാമോ? ദൈവത്തിന്റെ കാരുണ്യത്തെ വിളിക്കാമോ? ദിവ്യകാരുണ്യത്തെ വിളിക്കാമോ? യേശുവേ നന്ദി. എവിടെ യേശു വസിക്കുന്ന? പരിശുദ്ധ കുർബാനയിലാണ്. ബ്രദർ ശുശ്രൂഷ ചെയ്യുമ്പോ ഈശോ പറഞ്ഞ വചനം ഇവിടെ പ്രഘോഷിക്കും. ശ്രദ്ധയോടെ കേട്ടുകൊണ്ട് ദൈവത്തെ ആരാധിച്ച് യേശുവിനെ സ്വീകരിക്കുന്ന വ്യക്തിയുടെ ശരീരത്തില് കാരുണ്യം വെളിപ്പെടും. നമുക്ക് വേണ്ടാത്ത എന്താ? വചനം വേണ്ടെന്നേ. ആർക്കും വചനം വേണ്ട. കൈയടിച്ച് ആരാധിക്കാനും സ്തുതിക്കാനും ഒക്കെ എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷെ വചനം കേട്ട് മാനസാന്തരപ്പെടാൻ ആർക്കും താല്പര്യം. നല്ല ജീവിതം നയിക്കുവാൻ ആർക്കും പറ്റുന്നില്ല. ആർക്കും പറ്റത്തില്ല. വേണ്ട, അത് ആവശ്യമില്ല. ഈ ലോകത്തിന്റെ സൗഭാഗ്യങ്ങളിലൂടെ, നൈമിഷിക സുഖങ്ങളിലൂടെ കടന്നുപോയി ജീവിതത്തെ, ഈ ശരീരത്തെ, മണ്ണിലേക്ക് അലിഞ്ഞു ചേരുന്ന ഈ ശരീരത്തെ സുഖിപ്പിച്ച ആ സുഖലോലുപതയിലൂടെ കടന്നു പോകുവാൻ ആഗ്രഹിക്കുന്നവരാ ഞാനും നിങ്ങളൊക്കെ. കുഴപ്പോ
മരണശേഷം എല്ലാം വെളിപ്പെടുന്നേ. മരിക്കുന്ന സമയത്ത് എന്നാ സംഭവിക്കുന്നേ? കർത്താവ് വെളിപ്പെടുന്നേ. യേശു വെളിപ്പെടും. കാരണം അപ്പത്തിന്റെ രൂപത്തില് ഞാനും നിങ്ങളും യേശുവിനെ സ്വീകരിച്ചിട്ടുണ്ടോ? ആ യേശു എന്നിൽ വെളിപ്പെടും. ചെയ്തു പോയ ചില പ്രവർത്തികളില്ലേ, ദുഷ്പ്രവർത്തികള്, പാപത്തിന്റെ പ്രവർത്തികള്, മ്ലേച്ഛതയുടെ പ്രവർത്തികള്, അതും വെളിപ്പെടും. അത് പിശാച. അപ്പം മരണസമയത്ത് രണ്ട് കാര്യങ്ങളാ. ഞാൻ സ്വീകരിച്ച കൂദാശ യേശു എന്നിൽ വെളിപ്പെടും. ഞാൻ ചെയ്ത ദുഷ്പ്രവർത്തികൾ എന്നിൽ വെളിപ്പെടും. അപ്പൊ സാത്താനും വെളിപ്പെടും, യേശുവും വെളിപ്പെടും. ആരാ വെളിപ്പെടുന്നത് നമ്മുടെ ശരീരത്തിലോ? വിശുദ്ധ അൽഫോൻസാമ മരണം പ്രാപിക്കുമ്പോൾ വെളിപ്പെട്ടത് യേശുവാണ് മക്കളെ. അതുകൊണ്ടാണ് അവൾ സ്വർഗരാജ്യത്തിന് അവകാശിയായി തീർന്നത്. ഞാനും നിങ്ങൾ മരിക്കുമ്പോ ആരാ വെളിപ്പെടുന്നേ? എന്നിലെ പാപവും ഞാൻ സ്വീകരിച്ച പരിശുദ്ധ കൂദാശയും രണ്ടും വെളിപ്പെടും. വിശുദ്ധ ജീവിതം നയിച്ചാല് ആര് വെളിപ്പെടും? ദിവ്യകാരുണ്യം, ദൈവത്തിന്റെ കാരുണ്യം എന്നിൽ വെളിപ്പെടുമ്പോൾ യേശുവിന്റെ പരിശുദ്ധമായ ശരീരത്തിലൂടെ സ്വർഗഭാഗ്യത്തിന് ഞാനും നിങ്ങളും യോഗ്യരാകും. കരമുയർത്തി തമ്പുരാനെ ഒന്ന് മഹത്വപ്പെടുത്താമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ആ കാരുണ്യം നമ്മളിൽ നിലനിൽക്കണം. യേശു നമ്മളില് നിലനിൽക്കണം. അതുകൊണ്ട് യേശു 10 കുഷ്ഠരോഗികളെ സുഖപ്പെടുത്തിയിട്ട് ചോദിച്ചു, 9 പേരും എന്തിയേ? വിജാതീയനായ നീ മാത്രം ഇവിടെ നിൽപ്പുണ്ടല്ലോ. ഒരു ഹൈന്ദവ സ്ത്രീ എന്നോട് പറഞ്ഞു, ബ്രദറെ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് ഒന്ന് വിടാവോ, ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് പോവാ. അതിനുമുമ്പ് അവര് ആർത്തിയോടെ വിളിക്കുക, ഒന്ന് പ്രാർത്ഥിച്ച് ആ ദൈവവചനം യേശു ക്രിസ്തു പറഞ്ഞ് ആ വചനം വെച്ച് എന്നെ ഒന്ന് പ്രാർത്ഥിച്ച് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ഞങ്ങളെ ഒന്ന് പറഞ്ഞു വിടാവോ? ഒരു അക്രൈസ്തവയായ സഹോദരി പറഞ്ഞ കാര്യമാണ്. ഇന്നിങ്ങ് പോരുന്ന സമയത്ത് എന്റെ കൂടെ പഠിച്ച ഒരു സഹോദരനെ വിളിച്ചിട്ട് പറഞ്ഞു, ബ്രദറെ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചേക്കണം, ഈ നിമിഷങ്ങളിൽ എന്നെ ഓപ്പറേഷന് കയറ്റുക. തമ്പുരാനോട് എന്റെ കാര്യം ഒന്ന് പറഞ്ഞേക്കണം. വിശ്വാസ മക്കളെ, അതാണ് സൗഖ്യമായിട്ട് പരിണമിക്കുന്നത്. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് സ്വരമുയർത്തി ഒന്ന് സ്തുതിച്ച് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിക്ക്. അഭിഷേകം നിറയട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പോസ്തല പ്രവർത്തനം 3-ാം അധ്യായം 5 മുതലുള്ള തിരുവചനം. അവരുടെ പക്കൽ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് അവൻ അവരെ നോക്കി. പത്രോസ് പറഞ്ഞു, വെള്ളിയോ സ്വർണമോ എന്റെ കയ്യിലില്ല, എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു. നസ്രായനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക. എനിക്കുള്ളത് ഒന്നു മാത്രം, നസ്രായനായ യേശു. പരിശുദ്ധ കുർബാന മാത്രമേ എനിക്കുള്ളൂ. ആ പരിശുദ്ധ കുർബാന വസിക്കുന്ന ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നീ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു. നമുക്ക് ആകപ്പാടെ ഉള്ള ഒന്ന് മാത്രമേ ഉള്ളൂ. ആരാ? യേശു. നസ്രായനായ യേശു പരിശുദ്ധ കുർബാനയായിട്ട് അപ്പത്തിന്റെ രൂപത്തില് എന്റെ ഉള്ളിലേക്ക് കടന്നു വരുമ്പോൾ ഞാൻ ആരായിത്തീരണം? സക്രാരിയായിത്തീരുകയാ. ചലിക്കുന്ന സക്രാരിയായിട്ട് മാറുകയാ. പ്രിയപ്പെട്ടവരെ, പണ്ടത്തെ കാലത്ത് ഹിന്ദുക്കള് 1-ാം തീയതി ക്രിസ്ത്യാനിയെ വിളിച്ച് വീട്ടിൽ കയറ്റില്ല ഐശ്വര്യ. ഇന്ന് കയറ്റിയ ദുരന്തം ഉണ്ടാവും. കാരണം അന്ന് വിശുദ്ധ ജീവിതം നയിച്ചുകൊണ്ട് വിശുദ്ധ കുർബാനയിൽ ജീവിക്കുന്ന മക്കളെ ഭവനത്തിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ അന്ധകാര ശക്തികള് ആ ഭവനത്തിൽ നിന്ന് വിട്ടൊഴിഞ്ഞു മാറുകയും ആ കുടുംബം യേശു ക്രിസ്തുവിനാൽ അനുഗ്രഹീതമാവുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് അക്രൈസ്തവര് ക്രിസ്ത്യാനികളെ 1-ാം തീയതി ഭവനത്തിലേക്ക് വിളിച്ചു കയറ്റുമായിരുന്നു. ആണ്ടുപിറവയുടെ ദിവസങ്ങളില് ജീവിക്കുന്ന സക്രാരികളായിരുന്നു ഓരോ ക്രിസ്ത്യാനിയും. കരമുയർത്തി ഒന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? പ്രിയപ്പെട്ടവരെ, ഇപ്രകാരം പത്രോസ് പറഞ്ഞപ്പോ എന്ത് സംഭവിച്ചേ? ആ മനുഷ്യൻ യേശു ക്രിസ്തുവിന്റെ നാമത്തില് സൗഖ്യം പ്രാപിച്ചു. അവൻ ചാടി എഴുന്നേറ്റ് നടന്നും കുതിച്ചു ചാടിയും ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് അവൻ അവരോടൊപ്പം ദേവാലയത്തിൽ
പ്രവേശിച്ചു. ഈ സൗഖ്യം പ്രാപിച്ചവരൊക്കെ ഇന്നുണ്ടായിരുന്നെങ്കിൽ ഈ ദേവാലയം നിറഞ്ഞു കവിഞ്ഞേനെ. ഈ മുടന്തനായ മനുഷ്യൻ യേശുക്രിസ്തുവിനെ നാഥനും രക്ഷകനുമായി ഹൃദയത്തിൽ സ്വീകരിച്ചപ്പോൾ പ്രിയപ്പെട്ടവരെ അവരൊന്നു ചേർന്ന് ദേവാലയത്തിൽ പ്രവേശിച്ചു. അഭിഷേകം അവിടെ നിലനിൽക്കാനുള്ള സൗഖ്യം കിട്ടിയ നമ്മൾ എന്ത് ചെയ്യണം? ആ സുഖപ്പെടുത്തിയടുത്ത് നിന്ന് നമുക്ക് തമ്പുരാനെ മഹത്വപ്പെടുത്താൻ സാധിക്കുന്നുണ്ടോ? നമുക്ക് പറ്റുന്നുണ്ടോ? നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, നമ്മുടെ ദൈവരാജ്യത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ബ്രദറും എല്ലാം ചെയ്യുന്നതുകൊണ്ടാണ് സൗഖ്യം സംഭവിക്കുന്നതൊന്നുമല്ല. ബ്രദർ പ്രാർത്ഥിക്കുക, ഈശോയെ വരുന്ന ജനത്തോട് കരുണ കാണിക്കണേ, നിന്റെ നാമത്തിന്റെ ശക്തിയാല് അവരെ സുഖപ്പെടുത്തണമേ, പരിശുദ്ധ കുർബാനയിൽ വസിക്കുന്ന ജീവനുള്ള ദൈവമേ കടന്നു വരുന്ന ഓരോ മകനെയും മകളെയും അനുഗ്രഹിക്കണമേ എന്ന് ഈശോയോട് പ്രാർത്ഥിക്കും. വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഫോണിലൂടെയൊക്കെ ഇന്റർവ്യൂവിനൊക്കെ അറ്റൻഡ് ചെയ്യുന്നവർ വിളിക്കും, എന്നാൽ ആ സമയത്ത് പ്രാർത്ഥിക്കും, ഈശോയെ ഒന്ന് കരുണ കാണിക്കണേ അവരോട്. അവരിൽ കാരുണ്യം വെളിപ്പെടുമ്പോൾ ജോലി ഉറപ്പാ. വിശ്വാസത്തോടെ വിളിക്കും. ഇന്റർവ്യൂവിന് കയറി, ഞാൻ ചിലരോട് പറയും, ഇന്റർവ്യൂവിന് കയറുന്നതിന് മുമ്പ് ഒന്ന് വിളിച്ചേക്കണേ എന്ന് പറയും. കാരണം പരിശുദ്ധാത്മാവ് ചിലപ്പോ പ്രേരണ തരും. ഇന്റർവ്യൂവിന് കയറുന്നതിന് മുമ്പ് ഒന്ന് പ്രാർത്ഥിച്ചാൽ ഈശോ കരുണ കാണിക്കും. എല്ലാരോടും അല്ല, ചില വ്യക്തികളോട് ഈശോ കരുണ കാണിക്കും. ആ സമയത്ത് അവരോട് പറയും, ഒന്ന് വിളിക്കാൻ പറയും. അപ്പൊ അതെടുക്കുന്ന സമയം എനിക്ക് എന്നെ കിട്ടണം. അതൊക്കെ കർത്താവിന്റെ കരുണയാ. അത് അവരെ ആ പറയുന്നവര് കറക്റ്റ് സമയത്ത് വിളിക്കും. ആ വിളിക്കുമ്പോൾ എനിക്ക് എടുക്കാൻ സാധിക്കും, പ്രാർത്ഥിക്കും. ഇന്റർവ്യൂ പാസ്സായിട്ടുണ്ട്. കരങ്ങൾ ഉയർത്തി തമ്പുരാനൊന്ന് മഹത്വപ്പെടുത്തിയത് ദൈവത്തിന്റെ കാരുണ്യ, മനുഷ്യന്റെ കഴിവല്ല. സ്വർഗസ്ഥനായ പിതാവ് തന്റെ പുത്രനിലൂടെ ചൊരിയുന്ന വലിയ കാരുണ്യമാണ്. കരുണയുടെ വർഷമായിട്ട് സഭ ആചരിക്കപ്പെടുകയാ. ഈ ഒരു വർഷം കരങ്ങൾ ഉയർത്തി സ്വരമുയർത്തി തമ്പുരാനെ ഒന്ന് മഹത്വപ്പെടുത്താമോ? കാരുണ്യത്തിന്റെ വർഷമാണ്. ദൈവം സഭയോട് ഒത്തിരിയേറെ കരുണ കാണിക്കുന്ന മണിക്കൂറുകള്. കരങ്ങൾ ഉയർത്തി സ്വരമുയർത്തി ഒന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അവൻ പത്രോസിനെയും യോഹന്നാനെയും വിട്ടുമാറാതെ നിൽക്കുന്നു കണ്ടപ്പോൾ എല്ലാവരും ആശ്ചര്യപ്പെട്ട് സോളമന്റെ മണ്ഡപത്തില് അവരുടെ അടുത്ത് ഓടിക്കൂടി. സോളമന്റെ മണ്ഡപത്തിലോ അവരിലൊരു ഓടിക്കൂടി. സൗഖ്യം ഇവരിലൂടെ വ്യാപരിച്ച്, അഭിഷേകം വ്യാപരിച്ചത് ഇവരിലൂടെയാ. പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ ആലയമുണ്ട് കൊടുമാളൂര്. ആ ആലയത്തിൽ വന്ന് പ്രാർത്ഥിച്ചാല് സൗഖ്യം പ്രാപിക്കുന്നു നമ്മൾ പറയുമ്പോ നമ്മുടെ കൂടെ ആ വ്യക്തി പോരുവാണെങ്കിൽ നമുക്ക് ആരുടെ അഭിഷേകമുണ്ട്? ക്രിസ്തുവിന്റെ അഭിഷേകം. പത്രോസ് വെളിപ്പെട്ട അതേ അഭിഷേകം, യോഹന്നാനിൽ വെളിപ്പെട്ട അതേ അഭിഷേകം നമ്മളിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ വിളിച്ചെങ്കിൽ പോരണമെങ്കിലോ, നമ്മൾ പറയുമ്പോൾ സൗഖ്യം ഉണ്ടാകണമെങ്കിലോ, നമ്മൾ പറയുമ്പോൾ ഒരു വിശ്വാസം ഉണ്ടാകണമെങ്കിലോ നമ്മളിൽ ആര് പ്രവർത്തിക്കണം? ഈ കാരുണ്യം നമ്മളിൽ പ്രവർത്തിക്കണം. ഈ അഭിഷേകം നമ്മളിൽ പ്രവർത്തിക്കണം. കാര്യസാധ്യമല്ലെന്നേ. നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട പരിശുദ്ധാത്മാവിനെ കിട്ടാൻ വേണ്ടിയിട്ടാ. പരിശുദ്ധ അമ്മ പഠിപ്പിച്ചത് അത് തന്നെയാണ്. പരിശുദ്ധാത്മാവിനെ ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചു. പരിശുദ്ധാത്മാവിനെ കിട്ടിയപ്പോ ലോകത്തിന്റെ എല്ലാ നിയമങ്ങളും കീഴ്മേൽ മറിഞ്ഞ അപ്പസ്തോലന്മാരെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ദൈവം അനുവദിക്കാത്ത ഒരു കാര്യവും അവരിൽ സംഭവിച്ചില്ല. രക്തസാക്ഷികളായിട്ട് മാറിയെങ്കിലും അതിന്റെ കാരണം എന്താ? ദൈവം അനുവദിച്ചു. അവരാഗ്രഹിക്കുക, തമ്പുരാനെ നിന്റെ ഹൃദയത്തിനുള്ളിൽ ഞങ്ങളെ പ്രവേശിപ്പിക്കണേ, നിന്റെ സ്നേഹത്തിന്റെ ആഴത്തിലേക്ക് ഞങ്ങളെ കൈപിടിച്ചുയർത്തണമേ എന്ന് അവർ പ്രാർത്ഥിക്കുക. രക്തസാക്ഷികള് സ്ഥാന ഹൃദയത്തിലാ അവൻ പിതാവിനെ സ്നേഹിക്കുകയെ പ്രകാരം ജീവൻ കൊടുത്ത്. അപ്രകാരം ക്രിസ്തുവിനെ സ്നേഹിക്കുമ്പോൾ, സഭയ്ക്ക് വേണ്ടി ജീവൻ കൊടുക്കുവാൻ തയ്യാറാകുമ്പോൾ, പ്രിയപ്പെട്ടവരെ, തീർച്ചയായും അവൻ ക്രിസ്തുവിന്റെ തിരുഹൃദയത്തിന് അവകാശിയാണ്. കരമുയർത്തി ഒന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? അഭിഷേകത്തോടെ വിളിക്കാമോ? ശക്തിയോടെ വിളിക്കാമോ?
തിരുഹൃദയത്തില് കർത്താവിന്റെ ഹൃദയത്തിനുള്ളിൽ കാരണം എന്ത് സംഭവിക്കണം? രക്തസാക്ഷിയായിട്ടുണ്ട്. ഇപ്പൊ ശിഷ്യന്മാര് യേശുവിനെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവരാഗ്രഹിച്ചിരുന്നത് എങ്ങനെയെങ്കിലും ഇതിനുള്ളിൽ കയറണം. പുത്രൻ പിതാവിനെ സ്നേഹിച്ചത് ദൈവജനത്തിനു വേണ്ടി ജീവൻ കൊടുത്തുകൊണ്ടാണ്. അപ്പൊ ദൈവജനം ക്രിസ്തുവിന്റെ ഹൃദയത്തിലോ പിതാവിന്റെ മഹത്വത്തിലോ പ്രവേശിക്കപ്പെടണമെങ്കിലോ അവന്റെ ജീവനെ സഭയ്ക്ക് വേണ്ടി പ്രദാനം ചെയ്യുവാൻ തയ്യാറാകണം. ഇതാണ് മക്കളെ അഭിഷേകം. നമ്മൾ ആർക്ക് വേണ്ടി ജീവിക്കും? നമ്മുടെ കുടുംബത്തിന് വേണ്ടി, മക്കൾക്ക് വേണ്ടി, ഭാര്യയ്ക്ക് വേണ്ടി നമ്മൾ ജീവിക്കുക. നമ്മൾ നമുക്ക് വേണ്ടി തന്നെ ജീവിക്കുക. ക്രിസ്തു അഭിഷേകം വെളിപ്പെടുവോ? അപ്പസ്തോല അഭിഷേകം അവിടെ വ്യാപരിക്കപ്പെടുവോ? ഇല്ല. ഇന്ന് ഞാൻ ആർക്കു വേണ്ടിയാണ് ജീവിക്കുന്നത്? ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു നോക്കി. എല്ലാം വേണമെന്നേ, പക്ഷെ ഇതെല്ലാം ഉണ്ടാക്കാൻ വേണ്ടി, ഇതെല്ലാത്തിനും വേണ്ടിയുള്ള വ്യഗ്രത ഹൃദയങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ തമ്പുരാന്റെ അഭിഷേകം നമ്മൾ നിലനിൽക്കത്തില്ല. ദൈവരാജ്യം എങ്ങനെ, നന്മ എങ്ങനെ മറ്റുള്ളവരിൽ എത്തിക്കാം? നന്മ എങ്ങനെ മറ്റുള്ളവരിൽ എത്തിക്കാം? അതിനെക്കുറിച്ച് ചിന്തിക്കണ്ടേ? മറ്റുള്ളവർക്ക് എങ്ങനെ നന്മ ചെയ്തു കൊടുക്കാൻ സാധിക്കും? മറ്റുള്ളവരോട് എങ്ങനെ കരുണ കാണിക്കാൻ സാധിക്കും? നിങ്ങളുടെ കൂടെ ആഴിക്കുന്നവരോട്, കൂടെയുള്ളവരോട്, കൂടെപ്പുറപ്പുകളോടൊക്കെ നിങ്ങൾക്ക് എങ്ങനെ കരുണ കാണിക്കാൻ സാധിക്കും? കരുണ കാണിക്കണം എന്ന് സംഭവിക്കണ്ടേ? ദൈവം ആ വ്യക്തിയോട് കരുണ കാണിക്കാനുള്ള പ്രേരണ നമുക്ക് തന്നാലേ ആ വ്യക്തിയോട് നമുക്ക് കരുണ കാണിക്കാൻ സാധിക്കത്തുള്ളൂ. എല്ലാവരോടും കരുണ കാണിക്കാൻ സാധിക്കുമോ? പറ്റുന്നില്ല. കാരണം ദൈവം അനുവദിക്കണം കരുണ കാണിക്കണമെങ്കിൽ. ആ കാരുണ്യം നമ്മളിൽ വെളിപ്പെടണം. കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതാ പ്രാർത്ഥിക്കേണ്ട സാധനം. പത്രോസിലൂടെ കർത്താവിന്റെ കാരുണ്യം ഉടന്തന് ലഭിച്ചപ്പോ ഉടന്തൻ എന്ത് ചെയ്തേ? ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ദേവാലയത്തിലേക്ക് പ്രവേശിക്കപ്പെടുകയാണ്. സോളമന്റെ മണ്ഡപത്തില് ഇവരെല്ലാവരും ഒരുമിച്ച് കൂടി. ഇത് കണ്ട് പത്രോസ് അവരോട് പറഞ്ഞു, ഇസ്രായേൽ ജനങ്ങളെ, നിങ്ങൾ എന്തിനാ ഇതിൽ അത്ഭുതപ്പെടുന്നു? ഞങ്ങൾ സ്വന്തം ശക്തിയോ സുഹൃതം കൊണ്ടോ ഇവന് നടക്കുവാൻ കഴിവ് കൊടുത്തു എന്ന മട്ടില് ഞങ്ങളെ സൂക്ഷിച്ചു നോക്കുന്നതിന് അബ്രാഹത്തിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം, നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം തന്റെ ദാസനായ യേശുക്രിസ്തുവിനെ മഹത്വപ്പെടുത്തിയിരിക്കുന്നു. പത്രോസിന്റെ കഴിവാണോ? അല്ല. നസ്രായനായ യേശുക്രിസ്തുവിന്റെ നാമത്തിലാണ് നിങ്ങൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അപ്പൊ ദൈവത്തിന്റെ കാരുണ്യമാണ് ഈ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ജനത്തില് വെളിപ്പെടുത്തുന്നത്. എപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യം, ചെങ്കടൽ വിഭജിക്കുമ്പോ മോശയ്ക്ക് എന്തെങ്കിലും കഴിവുണ്ടായിട്ടാണോ ചെങ്കടൽ വിഭജിച്ചല്ല. തമ്പുരാന്റെ കാരുണ്യം ഇസ്രായേൽ ജനത്തിൽ വെളിപ്പെട്ടപ്പോൾ അത് വഴിയായിട്ട് മാറി. പിന്നീട് അവരുടെ പ്രാർത്ഥന എന്താ? മരുഭൂമി കൂടെ പോവുക, മരുഭൂമി അനുഭവം. ഈ മുടന്തനായ മനുഷ്യന് ഇത് തന്നെയാ. പൈസയൊക്കെ ഉണ്ട്, പക്ഷെ നടക്കണമെങ്കിൽ മറ്റുള്ളവരുടെ സഹായം വേണം. മറ്റുള്ളവർ എടുത്തുകൊണ്ട് സുന്ദര കവാടത്തിൽ കൊണ്ടേ കടത്തണം. കാശൊക്കെ ഉണ്ട്, പക്ഷെ പ്രയോജനമൊന്നുമില്ല. ആരുടെയൊക്കെ സഹായത്ത് വേണം ജീവിക്കാനായിട്ട്. സ്വന്തമായിട്ടൊന്നും ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. ഇവിടെ മരുഭൂമി അനുഭവം. 40 സംവത്സരം ഇവരെ എല്ലാം ഓരോന്നിനു വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുക. വിശക്കുക, ഭക്ഷണം തരാവോ എന്ന് ചോദിച്ചപ്പോ കാടപ്പക്ഷി അയച്ചു കൊടുക്കുക. സ്വർഗീയ അഭിഷേകം തരാവോ എന്ന് ചോദിച്ചപ്പോൾ സ്വർഗീയ മന്ന കൊടുക്കുകയാണ്, അപ്പം കൊടുക്കുക അവർക്ക്. വെള്ളം തരാവോ എന്ന് ചോദിച്ചപ്പം പാറ തുറന്ന് വെള്ളം തരിക. നമ്മുടെ ഒരു ജീവിതം ആ മരുഭൂമി അനുഭവത്തിലൂടെയാണോ പോകുന്നത്? നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ. അനുഭവമാണോ നമുക്ക് വേണ്ടേ? അന്നൊന്ന് വേണ്ടെന്നൊക്കെ നമ്മൾ ചോദിച്ച് കഷ്ടിമുഷ്ടി മുന്നോട്ട് പോവാ. പക്ഷെ കർത്താവ് അവസാനം ചെയ്തതെന്താ? അവരുടെ ആശ്രയം എങ്ങോട്ട് പോയെന്നറിയാമോ? ലേവ്യ പുരോഹിതരിലേക്ക് ഇവർ ആശ്രയിക്കാൻ തുടങ്ങി. പുരോഹിതന്റെ കയ്യിൽ എന്തുണ്ട്? വാഗ്ദാന പേട കൊണ്ട്, അതിനുള്ളിലുണ്ട് വചനമുണ്ട്. അധികാരത്തിന്റെ ചെങ്കോല വടിയുണ്ട്, അഹ്റോന്റെ വടിയുണ്ട്. അതിനുള്ളില് മഞ്ഞയുണ്ട്, സ്വർഗീയ അപ്പമുണ്ട്, ദിവ്യകാരുണ്യം
ഈ വാഗ്ദാന പേടകത്തിന് ഉള്ളിലുണ്ട്. അവരുടെ ആശ്രയം ദൈവത്തിലേക്ക്, ദൈവത്തിന്റെ കാരുണ്യത്തിലേക്ക് ആശ്രയിച്ചപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇവർക്ക് ലഭിച്ചത് തേനും പാലും ഒഴുകുന്ന കാനാൻ ദേശമാണ്. നമ്മളിങ്ങനെ മരുഭൂമി കൂടെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കും. ദൈവം ആഗ്രഹിക്കുന്നില്ല ഒരിക്കലും. ഈ മരുഭൂമി കൂടെ എന്നും ഇങ്ങനെ പോകാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നില്ല. തേനും പാലും ഒഴുകുന്ന കാനാൻ ദേശമാണ് ഇസ്രായേൽ ജനത്തിന് ദൈവം കാൽവരി മലയുടെ മന്ത്രകയില് ബലിയായി തീർന്നുകൊണ്ട് നേടിക്കൊടുത്തത്. ആ ദേശത്ത് മാത്രമായിരുന്നു കാനാൻ ദേശം. അവിടെ സമൃദ്ധിയുള്ള ഒരു ദേശം. ആ ദേശത്ത് വസിച്ചിരുന്ന ദേശനിവാസികള് പാപം ചെയ്തപ്പോൾ ദൈവം ആ നിവാസികളോട് കരുണ കാണിച്ചപ്പോൾ ആ കാരുണ്യം ലോകം മുഴുവനിലേക്കും വ്യാപരിക്കപ്പെട്ടു. കാനാൻ ദേശം എവിടെയാ? ആര് കൽപ്പനകളും പ്രമാണങ്ങളും അനുസരിച്ച് വ്യക്തമായി ദൈവവചനത്തിൽ ജീവിക്കുന്നുണ്ടോ അവന്റെ കുടുംബത്തില് കാനാൻ ദേശത്തിന്റെ അഭിഷേകം വ്യാപരിക്കപ്പെടും. സമൃദ്ധി ഉണ്ടാകും, അഭിഷേകം ഉണ്ടാകും, സമാധാനം ഉണ്ടാകും, സ്വസ്ഥതയുണ്ടാകും, സ്നേഹം ഉണ്ടാകും, ഐക്യം ഉണ്ടാകും, ഒരുമയുണ്ടാകും. കരമുയർത്തി ഈ അഭിഷേകം വ്യാപരിക്കപ്പെടട്ടെ. അവൻ പത്രോസിനോട് ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി. പത്രോസ് പറഞ്ഞു, ഇത് ഞങ്ങളുടെ കഴിവല്ല, ദൈവത്തിന്റെ കാരുണ്യം, നസ്രായനായ യേശുവിന്റെ സാന്നിധ്യം, കൃപയാണ് അവനിലോ വെളിപ്പെട്ടത്. കരമുയർത്തി ആ യേശുവിനെ ഒന്ന് സ്വരമുയർത്തി ഒന്ന് സ്തുതിച്ച് മഹത്വപ്പെടുത്താമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെന്ന് വിളിക്കാമോ? തന്റെ ദാസനായ യേശുവിനെ മഹത്വപ്പെടുത്തിയിരിക്കുന്നു. നിങ്ങൾ അവനെ ഏൽപ്പിച്ചു കൊടുത്ത് പീലാത്തോസ് അവനെ വിട്ടയക്കുവാൻ തീരുമാനിച്ചിട്ടും അവന്റെ മുമ്പിൽ വെച്ച് നിങ്ങൾ അവനെ തള്ളിപ്പറഞ്ഞു. പരിശുദ്ധനും നീതിമാനുമായവനെ നിങ്ങൾ നിരാകരിച്ചു. പകരം ഒരു കൊലപാതകയെ വിട്ടുകിട്ടുവാൻ അപേക്ഷിച്ചു. ജീവന്റെ നാഥനെ നിങ്ങൾ വധിച്ചു. എന്നാൽ ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു. അതിന് ഞങ്ങൾ സാക്ഷികളാണ്. നീതിമാനായ ഒരുവനെ ദൈവം നിങ്ങളെ നീതീകരിക്കുവാൻ നൽകി. നിങ്ങൾ അവനെ വധിച്ചു. ദൈവത്തിന്റെ വചനം നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്നുണ്ട്. നമ്മൾ സ്വീകരിക്കാത്തപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നേ? അവനെ തള്ളിക്കളയുക, നമ്മളവനെ ഉപേക്ഷിക്കുക, അവനെ ജീവിതത്തിൽ നിന്ന് നമ്മൾ എന്നേക്കുമായി നീക്കിക്കളയുകയാണ്. വചനം അനുസരിക്കാതെ വരുമ്പോൾ ഇവിടെ കാര്യസാധ്യത്തിനായിട്ട് ഓട്ടോ എന്ന് നമ്മൾ നാഗമ്പടത്തോട്ട് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാം എന്തു ജനം അവിടെ ഒരുമിച്ച് കൂടുന്നേ. എന്തു ജനവാ? കാരണം എന്താ? കാര്യസാധ്യ മാനസാന്തരം അല്ല അവിടെ പ്രതീക്ഷിക്കുന്നത്. ഒരു കാര്യം സാധിച്ചു കിട്ടാൻ വേണ്ടി ജനമെല്ലാം കൂടെ ഒരുമിച്ച് കൂടും. അവിടെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളും ഒരുമിച്ച് കൂടി നിൽക്കുക. എന്തിനാ? കാര്യസാധ്യത്തിനായിട്ട്. ഇവിടെ സംഭവിക്കുന്ന മഹത്വം വെളിപ്പെടുക, മാനസാന്തരം സംഭവിക്കുക. നമ്മുടെ ധ്യാനത്തിലും അതാണ് സംഭവിക്കുന്നത്. മദ്യപിച്ച് പാപത്തിന്റെ അടുപ്പത്ത് കഴിഞ്ഞ വ്യക്തികള് ധ്യാനിക്കാൻ തയ്യാറല്ലെങ്കിൽ വചനം സ്വീകരിക്കാൻ തയ്യാറായിട്ട് വരുമ്പോൾ അവരുടെ ജീവിതത്തില് ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടും. അവർ നിലനിൽക്കുക. വചനം കേട്ട് മാനസാന്തരം സംഭവിക്കാതെ കർത്താവിന്റെ മഹത്വം നമ്മുടെ നിലനിൽക്കത്തില്ല. കാര്യസാധ്യം നമ്മൾ സാധിച്ചുകൊണ്ട് പോവുക. ഞാൻ നിങ്ങളോട് വന്ന് പറഞ്ഞു, കുറെ കാശ് തരണമെന്ന് നിങ്ങളോട് പറയുക. നിങ്ങളെല്ലാം കൂടെ പിരിവെടുത്ത് എനിക്ക് കുറെ കാശ് നിങ്ങളെല്ലാം കൂടെ ഞാൻ പിരിവെടുത്ത് കൊണ്ടുപോയി വീട്ടിൽ കൊണ്ടുവച്ചു. അതിന് വേലിയില്ല, അതിനൊരു സംരക്ഷണമില്ലാതെ, ഒരു വീടിന് അടപ്പുമില്ല, വാതിലൊന്നും ഇല്ലാത്ത ഒരു വീട്ടില് ഞാൻ ഈ സമ്പത്ത് കൊണ്ടുവച്ച് ഉറങ്ങുമ്പോ എന്നാ സംഭവിക്കുന്നേ? ഇത് കള്ളന്മാര് വന്ന് ഇത് കൊണ്ടുപോകും. ഇത് തന്നെ സംഭവിക്കുന്നേ. കാര്യം സാധിക്കാനായിട്ട് ഇറങ്ങിത്തിരിക്കുന്നവരുടെ ജീവിതത്തില് കാര്യം സാധിക്കും. കാര്യസാധ്യം അവിടെ നിലനിൽക്കത്തില്ല ഒരിക്കലും. നിലനിൽക്കണം. എന്ത് വേണം? അവനിൽ വിശുദ്ധി നിലനിൽക്കണം, അവനിൽ വിശ്വാസം നിലനിൽക്കണം. അനുഗ്രഹിച്ച തമ്പുരാനെ അവൻ തിരിച്ചറിയണം. അതുകൊണ്ട് മുടന്തൻ മനസ്സിലായി, കാര്യം മനസ്സിലായി. അവൻ എങ്ങോട്ട് കയറി? ദേവാലയത്തിലേക്ക് അവൻ പ്രവേശിച്ചു. ഒരുമിച്ച് കൂടുക. കുറെ എണ്ണ ഒഴിക്കുന്ന കുറെ ആൾക്കാര് എണ്ണ ഒഴിക്കുക.
അവിടെയൊന്നും അല്ല എണ്ണ ഒഴിക്കണ്ടേ. ഹൃദയത്തില് യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ തിരുച്ചോരയാണ് ഒഴുകേണ്ടത്. മക്കളെ, മാറ്റമില്ലാത്ത ജീവിതത്തില് ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുന്നില്ല. മാറ്റമില്ലാത്ത ഹൃദയത്തില് ദൈവ സാന്നിധ്യം വെളിപ്പെടുന്നില്ല, നിലനിൽക്കുന്നില്ല. അവിടെ അത്ഭുതം, ഇവിടെ അത്ഭുതം എന്ന് പറയുമ്പോൾ ഓടി നടക്കുമ്പോൾ എന്താ സംഭവിക്കും? നമ്മുടെ വിശ്വാസം ഇല്ല. ഒരു സ്ഥലത്ത് നിങ്ങൾ ഉറച്ചു നിന്ന് ദൈവവചനത്തെ സ്വീകരിച്ച് ആ വചനത്തെ ജീവിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കുടുംബങ്ങളില് വെളിപ്പെടും, നിലനിൽക്കും. അല്ലെങ്കിൽ അത് കാര്യം സാധിച്ചത് പോവാ, നഷ്ടപ്പെടുവോ? ഞാൻ തമ്പുരാനോട് ഒത്തിരി തരണേന്ന് രാത്രി ഒത്തിരി തരും. ഇത് നിലനിൽക്കണം. എന്ത് ചെയ്യണം? വചനം, കൽപ്പന, പ്രമാണം അനുസരിച്ച് നമ്മൾ മറ്റുള്ളവരോട് ആ കാരുണ്യം കാണിക്കാൻ തുടങ്ങുമ്പോൾ നമ്മളെ കർത്താവ് കൂടുതൽ കൂടുതൽ അനുഗ്രഹിക്കാൻ തുടങ്ങും. എന്താ സംഭവിക്കണ്ടേ? ഈ കാര്യം നമുക്ക് മനസ്സിലാവേണ്ടത്. നസ്രായനായ യേശു നമ്മൾ ഓടുമ്പോ കൊണ്ട് ഓടുന്നേ, അവിടെ അങ്ങേര് ശുശ്രൂഷ ചെയ്യുമ്പോൾ ഞാൻ പറയാം, എന്റെ പേര് പോലും നിങ്ങൾ പറയരുതെന്ന് പറയും. ഇവിടെ സൂപ്പെടുന്നത് മാർട്ടിൻ ബ്രദറാണോ സൂപ്പെടുന്നത്? അല്ല, ഒരിക്കലും അല്ല. നസ്രായനായ പത്രോസ് പറഞ്ഞത് നസ്രായനായ യേശുവാണ് അവനെ സുഖപ്പെടുത്തിയത്. എന്തിനാ ഞങ്ങളിലേക്ക് നോക്കുന്നത്? സുഖപ്പെടുത്തുന്നത് യേശുവാ. യേശുവിനല്ലാതെ ആർക്കും നിങ്ങളെ സുഖപ്പെടുത്തുവാൻ സാധിക്കത്തില്ല. ആ സത്യം പറയുന്നത്. പക്ഷെ വിശ്വാസം വ്യക്തികളിലൂടെ ഒഴുകിയിറങ്ങി. നമ്മളങ്ങനെ ഓടി നടന്ന് വിശുദ്ധരോട് പ്രാർത്ഥിക്കുക, വിശുദ്ധരെ അതൊന്നും മേടിച്ചു തരാമോ? നമ്മൾ വിശുദ്ധ ജീവിതം ജീവിച്ചാല് തമ്പുരാൻ ചോദിക്കുന്നതെല്ലാം നമുക്ക് തരും. എന്റെ വചനത്തില് നിങ്ങൾ നിലനിൽക്കുന്നു എങ്കില് നിങ്ങൾ ചോദിക്കുന്നതെല്ലാം ഞാൻ നിങ്ങൾക്ക് നൽകുമെന്ന് യേശു പറഞ്ഞു. നിങ്ങൾ എന്റെ വചനത്തില് നിലനിന്നാൽ നിങ്ങൾ ചോദിക്കുന്നതെല്ലാം പിതാവായ ദൈവം എന്നിലൂടെ നിങ്ങൾക്ക് നൽകും. വചനത്തിൽ നിലനിൽക്കാതെ, കൽപ്പനകളിലും പ്രമാണത്തിലും നിലനിൽക്കാതെ നിങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ കിട്ടും? ഈ വചനമാണ് നിങ്ങളിൽ വെളിപ്പെടുന്നത്. ഈ നസ്രായനായ യേശുവാണ് ഈ മുടന്തനായ മനുഷ്യനില് വെളിപ്പെട്ടത്. അപ്പോഴാണ് സൗഖ്യം സംഭവിച്ചത്. നമ്മുടെ ധ്യാനത്തിൽ സംഭവിച്ചൊരു അമ്മച്ചിയുടെ കാല വളഞ്ഞിരുന്ന കാല, അസ്ഥി വളഞ്ഞിരുന്ന, അവിടെ വചനം പ്രഘോഷിക്കപ്പെട്ടപ്പോൾ യേശു ക്രിസ്തുവിന്റെ ശക്തി ആ ശരീരത്തില് നസ്രായനായ യേശു വെളിപ്പെട്ടപ്പോൾ അസ്ഥി നൂർന്നു. അമ്മച്ചി കാണിക്കുക, മോനെ കണ്ടോ? നൂർന്നു, കാല് വളഞ്ഞിരുന്ന അസ്ഥി നൂർന്നു. അപ്പച്ചൻ പറയ കൂടെ അപ്പച്ചനുണ്ടായിരുന്നു. അപ്പച്ചന് സത്യബ്രതരെ വളഞ്ഞിരുന്നതാ, ഇപ്പാണ് നൂർന്നിരിക്കുകയാണ്. സുഖപ്പെടുന്ന ആരാ? നസ്രായനായ യേശുവാണ്. കരങ്ങൾ ഉയർത്തി കണ്ണുകൾ അടച്ച് ഉദ്ധാനം ചെയ്ത് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന കാരുണ്യവാനായ തമ്പുരാന്റെ അനന്തമായ കാരുണ്യത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് സ്വരമുയർത്തി സർവശക്തിയോടെ ഒന്ന് സ്തുതിച്ച് തമ്പുരാനെ ഒന്ന് മഹത്വപ്പെടുത്താമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതുകൊണ്ട് കൊടമാളൂരോട്ട് നിങ്ങൾ പോരുമ്പോ എന്താ പറയുന്നേ? നിങ്ങൾ അവിടെ ചെന്ന കാര്യം സാധിക്കും എന്നല്ല പറയണ്ടേ. അവിടെ ചെന്ന യേശു പരിശുദ്ധ കുർബാന വസിക്കുന്ന ജീവനുള്ള ദൈവം നമ്മുടെ ശരീരത്തില് വെളിപ്പെടും. വ്യക്തിക്കല്ല പ്രാധാന്യം, കർത്താവിനാണ് മഹത്വം. യേശുക്രിസ്തുവിനെ പിതാവായ ദൈവം മഹത്വപ്പെടുത്തുകയാണ്. മഹത്വപ്പെടുത്താൻ കാരണം എന്താ? പിതാവ് പറഞ്ഞതെന്താ? നീ ഭൂമിയിൽ പോയി മനുഷ്യന്റെ പാപമെല്ലാം സ്വന്തം ശരീരത്തിൽ ഏറ്റെടുക്കണം. പറ്റുമോന്നറിയത്തില്ല. പിതാവേ കഴിയുമെന്ന് തോന്നുന്നില്ല. കാരണം പിതാവുമായുള്ള ബന്ധം പോവുക. അപ്പന്റെ കയ്യെ പിടിച്ചിരുന്ന മകൻ അപ്പന്റെ കൈ വിട്ട് വേണം എന്റെ കൈക്ക് പിടിച്ച് ആ തിരുമാറിനോട് ചേർത്ത് വെച്ച് ആ തിരുരക്കത്താൽ കഴുകി വേണം അപ്പനെ ഏൽപ്പിക്കാൻ. മക്കളെ, അതുകൊണ്ട് ഈശോ പറയുക, ഇത് പറ്റുമെന്ന് തോന്നുന്നില്ല. പിതാവേ, അപ്പന്റെ ഹിതം ഇതാണെങ്കിലോ അതെന്നിലൂടെ നിറവേറട്ടെ. കൈവിട്ട് പിടിക്കുക. പാപത്തിന്റെ ചെളിക്കുഴിയിലോ അധപ്പതനത്തിന്റെ അവസ്ഥയിലോ തകർച്ചയിലോ ദാരിദ്ര്യത്തിലോ പട്ടിണിയിലോ കെടുതിയിലോ കഴിയുന്ന ഓരോ മകനെയും മകളെയും ആ അവസ്ഥയിൽ നിന്ന് തമ്പുരാൻ യേശുനാഥൻ പുറത്തെടുക്കുമ്പോൾ അവൻ പിതാവിൽ നിന്ന് കരം വിട്ടാണ് നമ്മെ പൊക്കിയെടുക്കുന്നത്. അതുകൊണ്ടാ പറഞ്ഞ് പറ്റുമോന്ന്
തോന്നുന്നില്ല. പക്ഷെ അപ്പന്റെ ആഗ്രഹം എന്താ? ചെളിക്കുഴി കടക്കുന്നവനെ ആ ചെളിക്കുഴിയിൽ നിന്ന് ഉയർത്തിയെടുക്കണം. നിലവിളിക്കുന്നവനെ, അന്ധകാരത്തിൽ കടന്നുകൊണ്ട് നിലവിളിക്കുന്ന ഓരോ പാപിയെയും അന്ധകാരത്തിൽ നിന്ന് ഉയർത്തിയെടുക്കണമെന്നുള്ളതാണ് പിതാവായ ദൈവത്തിന്റെ ആഗ്രഹം. അപ്പന്റെ ആഗ്രഹം എന്റെ മക്കളുടെ ശരീരത്തിൽ ഒരു പോറൽ പോലും ഏൽക്കാൻ പാടില്ല. ഒരു മകന്റെയും മകളുടെ ശരീരത്തിൽ ഒരു പോറൽ പോലും ഏൽക്കാൻ പാടില്ല. കാരണം അവര് സഹനത്തിന്റെ അഗ്നിയില കഴിയുന്ന. പാപം ചെയ്തപ്പോൾ, ദൈവവചനത്തെ ലംഘിച്ചപ്പോൾ ദൈവാനുഗ്രഹം നഷ്ടപ്പെട്ട മക്കള് അങ്ങ് അന്ധകാരത്തില്, സിംഹക്കുഴിയില്, അഗ്നിക്കുള്ളില് അവര് കഴിയുന്നേ. സഹനത്തിന്റെ തീച്ചൂളയില് കഴിയുന്ന മക്കളെ ആ പാപത്തിൽ നിന്ന് ഏറ്റെടുക്കണമെങ്കിൽ നിന്റെ ശരീരം അവർക്ക് വേണ്ടി വിട്ടുകൊടുക്കണം. വലിയൊരു കാര്യ പിതാവായ ദൈവം ചെയ്തേ. പിതാവ് ചെയ്ത് തന്റെ മകന്റെ ശരീരത്തെ മനുഷ്യന്റെ പാപത്തിന്റെ മോചനത്തിനായിട്ട്, മോചനദ്രവ്യമായിട്ട് വിട്ടുകൊടുക്കുക. പരിശുദ്ധ കുർബാനയുടെ ആ വലിയ അഭിഷേകം, ശരീരം വിട്ടുതരിക. എന്നിട്ടെന്താ ചെയ്തേ? കരമുയർത്തി ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ. അഭിഷേകത്തോടെ സ്തുതിക്കാം. ഹല്ലേലൂയ. ശക്തിയോടെ സ്തുതിക്കാം. ഹല്ലേലൂയ. സ്വതന്ത്രമായിട്ട് സ്തുതിക്കാം. ഹല്ലേലൂയ. അഭിഷേകത്തോടെ സ്തുതിച്ച് എല്ലാവരും സ്തുതിച്ച്. അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ, ആത്മാവ് നിറയട്ടെ, ശക്തി വെളിപ്പെടട്ടെ, സാന്നിധ്യം വെളിപ്പെടട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെന്ന് വിളിക്കാമോ? അഭിഷേകത്തോടെ ഒന്ന് വിളിക്കാമോ? ശക്തിയോടൊന്ന് വിളിക്കാമോ? അപ്പൊ എന്റെ മക്കളുടെ ശരീരത്തിൽ ഒരു പോറൽ പോലും ഏക്കാൻ പാടില്ല. അതുകൊണ്ട് നീ അവരുടെ പാപങ്ങളെല്ലാം നിന്റെ ശരീരത്തിൽ ഏറ്റെടുത്തുകൊണ്ട് അവർക്ക് നിന്റെ ശരീരം കൊടുക്കണം. അവർക്ക് നിന്റെ ശരീരം കൊടുക്കണം. ഒരാൾക്കല്ല, ലോകം മുഴുവനുള്ള എല്ലാ പാപികളും നിന്നെ ആഗ്രഹിക്കുന്ന, രക്ഷ ആഗ്രഹിക്കുന്ന ഓരോ പാപികൾക്കും നിന്റെ ശരീരം നീ വിട്ടുകൊടുക്കണം. അപ്പൊ എന്തായിട്ട് മാറണം? അപ്പമായിട്ട് മാറിയേ പറ്റത്തുള്ളൂ. ഈ രക്ഷ ആദ്യം അനുഭവിച്ചത് ആരാന്നറിയുമോ? പാപിനിയായ മഗ്ദലക്കാരി മറിയോ. ആ ശരീരത്തോട് ചേർന്ന് കിടന്നപ്പോ എന്നാ സംഭവിച്ചേ? ആ ശരീരത്തിലോ ആ കാൽപാദങ്ങളിൽ കിടന്നുകൊണ്ട് കണ്ണുനീരൊഴുക്കിയപ്പോൾ അവളുടെ പാപങ്ങളെല്ലാം അവൻ ഏറ്റെടുക്കുക ചെയ്തേ. അത് വെളിപ്പെട്ടത് എപ്പോഴാ? അവള് കൂടെ പോയി പാപിനിയായ ആ സ്ത്രീ മഗ്ദലക്കാരി മറിയം കാൽവരി മലയുടെ നെറുകയിലോ അവൾ നോക്കി നിൽക്കുകയാ. അവളുടെ പാപങ്ങളെ ഏറ്റെടുത്തപ്പോൾ മിശിഹായുടെ ശരീരത്തിലോ ഏൽപ്പിക്കപ്പെട്ട തിരുമുറിവുകളെ കണ്ടുകൊണ്ട് അവൾ കാൽപാദങ്ങളിൽ കെട്ടിപ്പിടിച്ചുകൊണ്ട് ആ കാൽവരി മലയുടെ നെറുകയിലോ അവൾ രക്ഷ സ്വീകരിച്ചുകൊണ്ട് അവൾ പ്രാർത്ഥിച്ചപ്പോൾ ആ രക്ഷ, ആ ശരീരം സ്വന്തമാക്കുവാൻ അവൾ ആഗ്രഹിക്കുകയാ. ആ ശരീരം എനിക്ക് കിട്ടിയേ പറ്റത്തുള്ളൂ. അവൾ എങ്ങോട്ട് പോയി? അവള് അവനെ അടക്കം ചെയ്ത ആ കല്ലറയുടെ അടുത്ത് ചെല്ലുക. എന്താ സംഭവിച്ചേ? അവൻ ഉയർത്തെഴുന്നേറ്റു. അവള് തിരിഞ്ഞു നോക്കിയപ്പോ ആരെ കണ്ടേ? യേശുവിനെ അവള് കാണുക. അവൾ ആദ്യം ഓർത്ത് എന്താ? തോട്ടക്കാരനെന്ന് ഓർത്തെ. പിന്നെ അവളാ സത്യം തിരിച്ചറിയി. അവൻ ഉയർത്തെഴുന്നു. നീ എന്ന് പറ മകളെ, ശിഷ്യന്മാരോട് നീ ചെന്ന് പറ, ഞാൻ ഉയർത്തെഴുന്നേറ്റു എന്നുള്ള രഹസ്യം. ആർക്കാ ഈ രഹസ്യം വെളിപ്പെട്ട് കിട്ടുന്നേ? പാപികളും അയോഗ്യരുമായിരിക്കുന്ന എനിക്കും നിങ്ങൾക്കും മക്കളെ ഈ രഹസ്യം വെളിപ്പെട്ട് കിട്ടുന്നത്. കരമുയർത്തി ഒന്ന് സ്തുതിച്ച് ഈ രഹസ്യം ഓരോ മകനും മകളും വെളിപ്പെടട്ടെ. ആ ശരീരത്തെ സ്വീകരിക്കുവാനുള്ള വലിയ അഭിഷേകം അവൾ ഓടിച്ചെല്ലുകയാ ശിഷ്യന്മാരോട്. അവൾ സത്യം പറഞ്ഞു. മക്കളെ, ആ ശിഷ്യന്മാര് സഹിയോൻ ഒട്ടുശാലയില് ഒരുമിച്ച് കൂടിക്കൊണ്ട് അവർ പ്രാർത്ഥിച്ചപ്പോൾ ആ രഹസ്യം അവർക്കും വെളിപ്പെട്ടപ്പോൾ അത് ലോകം മുഴുവനും സ്വന്തമായി. അവന്റെ ശരീരം അപ്പത്തിന്റെ രൂപത്തില്. കരമുയർത്തി ഒന്ന് സ്തുതിച്ച് തമ്പുരാനെ ഒന്ന് മഹത്വപ്പെടുത്തിക്കേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ലോകം മുഴുവനിലും ഈ രഹസ്യം വെളിപ്പെട്ടു. ആ മഗ്ദലക്കാരി മറിയം സ്വന്തമാക്കുവാൻ
ആഗ്രഹിച്ച ആ ശരീരം എനിക്കും നിങ്ങൾക്കും ഇന്ന് സ്വന്തമാ മക്കളെ. ആ ശരീരത്തെയും രക്തത്തെയും ആ ജീവനെയും ആത്മാവിനെയും നാം ഈ മണിക്കൂറുകളിൽ ആരാധിക്കുവാൻ പോകുന്നത്. അതിനുശേഷം ആ ശരീരവും രക്തവും ആത്മാവും നമ്മളിലേക്ക് കടന്നു വരിക. നമ്മുടെ ശരീരത്തിൽ ആ മഗ്ദലിന ആഗ്രഹിച്ച യേശുവിന്റെ പരിശുദ്ധമായ ശരീരം എനിക്കും നിങ്ങൾക്കും സ്വന്തമാണ്. കരമുയർത്തി ഒന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ദൈവ തിരുസന്നിധിയിൽ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. വാതില് അടഞ്ഞിരിക്കുന്നവർ നിങ്ങൾ ആ വാതിൽ ഒന്നൊഴിഞ്ഞു മാറിക്കൊടുത്താൽ പുറത്തുള്ളവർക്ക് ഈശോയെ കാണാൻ പറ്റും. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ദേവാലയത്തിന്റെ വാതിലിൽ നിൽക്കുന്നവര് കുറച്ചുകൂടെ നടുക്കിട്ട് മാറി നിന്നാൽ പുറത്ത് നിൽക്കുന്ന ഒത്തിരിയേറെ പേർക്ക് ദൈവസന്നിധിയിലേക്ക് കടന്നു വരാൻ സാധിക്കും. നിങ്ങൾ ആരാധനയ്ക്കായിട്ട് മാത്രം കടന്നു വരുന്നത് പ്രിയപ്പെട്ട ഈശോ അത് ആഗ്രഹിക്കുക. എന്റെ ആഗ്രഹമല്ല, ഈശോയുടെ ആഗ്രഹമാണ്. തിരുവചനം പ്രഘോഷിക്കപ്പെടുന്ന സമയങ്ങളിൽ, പരിശുദ്ധമായ ജപമാല അർപ്പിക്കപ്പെടുന്ന സമയങ്ങളിലൊക്കെ നിങ്ങൾ തീക്ഷ്ണതയോടെ കർത്താവിന്റെ ആലയത്തിൽ ഒരുമിച്ച് കൂടി പ്രാർത്ഥിച്ചാൽ ആദിമസഭയിൽ വ്യാപരിച്ച ദൈവചൈതന്യം നിങ്ങളുടെ ജീവിതത്തിൽ വ്യാപരിക്കപ്പെടുമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സന്ദേശം തരുന്നുണ്ട്. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ആ വലിയ അഭിഷേകം ഈ മക്കളിലേക്ക് വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്വരമുയർത്തി നസ്രായനായ യേശു ക്രിസ്തുവിന്റെ അഭിഷേക ശക്തി സാന്നിധ്യം ഓരോ ശരീരങ്ങളിലും വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, കേട്ട വചനങ്ങള് ഓരോ ശരീരങ്ങളിലും അഭിഷേകം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്വരമുയർത്തി ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? അഭിഷേകത്തോടെ വിളിക്കാമോ? കൃപ നിറഞ്ഞു വിളിക്കാമോ? ശക്തിയോടെ വിളിക്കാമോ? സ്നേഹത്തോടെ വിളിക്കാമോ? എല്ലാവരും ചേർന്ന് വിളിക്കാമോ? പ്രിയപ്പെട്ടവരെ, ഹെബ്രായ ലേഖനം 4-ാം അധ്യായം 12 മുതലുള്ള തിരുവചനം ഒന്ന് ഓർമ്മപ്പെടുത്തുന്നു. ദൈവത്തിന്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്, ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതും ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചു കയറി ഹൃദയത്തിന്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിച്ചറിയുന്നതുമാണ്. അവന്റെ മുമ്പിൽ ഒരു സൃഷ്ടിയും മറഞ്ഞിരിക്കുന്നില്ല. ഇവിടെ പ്രഘോഷിക്കപ്പെടുന്ന വചനം നിങ്ങളുടെ ഹൃദയതലങ്ങളിൽ കടന്നു ചെന്ന് നിങ്ങളുടെ ഹൃദയതലങ്ങളിലുള്ള നിയോഗങ്ങളെ ആ വചനം വിവേചിച്ചറിഞ്ഞ് നിങ്ങളെ സുഖപ്പെടുത്തുന്നു എന്ന് ഹെബ്രായ ലേഖനം നമ്മെ പഠിപ്പിക്കുന്നു. കരമുയർത്തി തിരുവചനം കേൾക്കുവാനുള്ള ആ വലിയ അഭിഷേകത്തിനായിട്ട് ശക്തമായിട്ട് കരങ്ങൾ ഉയർത്തി എല്ലാ മക്കളും ദൈവത്തിന്റെ ആ വലിയ കാരുണ്യത്തിനായിട്ട് സ്വരമുയർത്തി നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. നമുക്ക് ആഴ്ചയെ കൊണ്ട് നിങ്ങൾ സമ്പത്തിനെ നമുക്ക് സമർപ്പിക്കാം. ഇവിടെ ആരാധിക്കുവാനായിട്ട് മാത്രം ദിവ്യകാരണനാഥനെ ആരാധിച്ച് മടങ്ങിപ്പോകുന്ന ഒരു ജനമായിട്ട് നമ്മൾ മാറരുത്. വചനം കേട്ട് വിശുദ്ധീകരിക്കപ്പെട്ട് നാഥനെ സ്വന്തമായിട്ട് സ്വീകരിക്കുന്ന ഒരു ജനതയാണ് സ്വർഗം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് കരഹൃദയത്തോട് ചേർത്ത് വെച്ച് അവിടുന്ന് ദാനമായി തന്നിരിക്കുന്ന സമ്പത്തിനെ നമുക്ക് കർത്താവിന് കൊടുക്കാം. ഹൃദയതലങ്ങളിൽ നിന്ന് ജോലിയില്ലാത്ത മക്കളൊക്കെ ജോലിയില്ലല്ലോ, ഇനി എങ്ങനെ ജീവിക്കും? പഠിച്ചിട്ട് ഒരു അവസ്ഥയിലേക്ക് എത്തുന്നില്ല, നന്മയുടെ അവസ്ഥയിലേക്ക് എത്തുന്നില്ല. ആകുലതയിലും നിരാശയിലും കഴിയുക, നെഗറ്റീവ് പവറിലാണ്, എനർജിയിലാണ്. അപ്പൊ അതെല്ലാം നമ്മളിന്ന് വിട്ട് പോകണം. നിരാശയുടെ എല്ലാ അവസ്ഥകളും നമ്മളിന്ന് വിട്ടൊഴിഞ്ഞു പോകണം. നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുക. അതുകൊണ്ട് പ്രത്യാശ നമ്മളെ ഒരിക്കലും നിരാശരാക്കുന്നില്ല. ദാനിയേൽ സിംഹക്കുഴിയിൽ കിടക്കുമ്പോൾ പ്രത്യാശയോടെ പ്രാർത്ഥിച്ചപ്പോ മഹത്വം അവിടെ വെളിപ്പെട്ടു. 3 ബാലന്മാര് അഗ്നികുണ്ഡത്തിലേക്ക് എറിയപ്പെടുമ്പോൾ തമ്പുരാനെ കീർത്തനം ആലപിച്ച് മഹത്വപ്പെടുത്തിക്കൊണ്ട് അവർ അഗ്നികുണ്ഡത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ 4ാമത് ഒരുവൻ അവരെ രക്ഷിക്കുവാൻ അഗ്നികുണ്ഡത്തിലോ വെളിപ്പെട്ടു. എങ്കിലോ പ്രത്യാശ നിങ്ങളെ നിരാശനാക്കുന്നില്ല. നിങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിന്റെ സ്നേഹം
നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ഇതാ ചൊരിയപ്പെട്ടിരിക്കുന്നു. റോമ 5:5 വചനത്തിന്റെ ശക്തി ഈ സമൂഹത്തിന്റെ മേൽ ഇപ്പോൾ വ്യാപരിക്കപ്പെടുന്നു. കരങ്ങൾ ഉയർത്തി നമുക്കുള്ളതിനെല്ലാം സമർപ്പിച്ചുകൊണ്ട് സ്വരമുയർത്തി സ്തുതിച്ച് തമ്പുരാനെ മഹത്വപ്പെടുത്താം. എല്ലാവരും ചേർന്ന് ശക്തമായിട്ട് സ്തുതിച്ച് ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വതന്ത്രമായിട്ട് സ്തുതിക്കാമോ? യേശുവേ നന്ദി. ഓരോ നല്ല ശക്തിയോടെ പ്രാർത്ഥിച്ച്, ശക്തിയോടെ പ്രാർത്ഥിച്ച് അഭിഷേകം വ്യാപരിക്കട്ടെ. രോഗത്തിന്റെ എല്ലാ കെട്ടുകളഴിയട്ടെ. സാമ്പത്തിക ബന്ധനങ്ങള് അഴിയട്ടെ യേശുനാമത്തിലോ. ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിന്റെ ശക്തിയാല് സാമ്പത്തിക മേഖലയുള്ള ബന്ധനങ്ങള് യേശുവിന്റെ ശക്തിയാൽ അഴിയപ്പെടുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒന്ന് ചേർന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? അഭിഷേകത്തോടെ വിളിക്കാമോ? ശക്തിയോടെ വിളിക്കാമോ? സ്നേഹത്തോടെ വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? യേശുവേ നന്ദി. സമർപ്പിക്കാം. അനുഗ്രഹമാകും യേശുവിൻ നാമത്തിൽ ഞാൻ അനുഗ്രഹമാകും. കരങ്ങളടിച്ച് ചേർന്ന് പാടാം. അനുഗ്രഹമാകും, ഞാൻ അനുഗ്രഹമാകും യേശുവിൻ നാമത്തിൽ ഞാൻ അനുഗ്രഹമാകും. ജയമെനിക്കുണ്ട്, തോൽവി എനിക്കില്ല, പരിശുദ്ധ നാമത്തിൽ ഞാൻ അനുഗ്രഹമാകും. ജയമെനിക്കുണ്ട്, തോൽവി എനിക്കില്ല, പരിശുദ്ധ നാമത്തിൽ ഞാൻ അനുഗ്രഹമാകും. കരങ്ങൾ ഉയർത്തിയടിച്ച് പാടാം. അനുഗ്രഹമാകും, ഞാൻ അനുഗ്രഹമാകും യേശുവിൻ നാമത്തിൽ ഞാൻ അനുഗ്രഹമാകും. കാണാത്ത കണ്ണുകൾ കണ്ടിടട്ടെ, പാടാത്ത നാവുകൾ പാടിടട്ടെ. കാണാത്ത കണ്ണുകൾ കണ്ടിടട്ടെ, പാടാത്ത നാവുകൾ പാടിടട്ടെ. പ്രത്യാശയോടെ കണ്ണുകൾ കാണുന്നു, യേശുനാഥൻ ഉയർത്തിടുന്നു. പ്രത്യാശയോടെ കണ്ണുകൾ കാണുന്നു, യേശുനാഥൻ ഉയർത്തിടുന്നു. അനുഗ്രഹമാകും, ഞാൻ അനുഗ്രഹമാകും യേശുവിൻ നാമത്തിൽ ഞാൻ അനുഗ്രഹമാകും. എന്നെ തൊടുകയില്ല, ഇരച്ചിടും വെള്ളമെന്നെ മൂടുകില്ല. ഈ ചുള എന്നെ തൊടുകയില്ല, ഇരച്ചിടും വെള്ളമെന്നെ മൂടുകില്ല. എനിക്ക് മുൻപേ കടന്നു പോയവൻ പാതകളെനിക്കായി തെളിച്ചിടുന്നു. എനിക്ക് മുൻപേ കടന്നു പോയവൻ പാതകളെനിക്കായി തെളിച്ചിടുന്നു. അനുഗ്രഹമാകും, ഞാൻ അനുഗ്രഹമാകും യേശുവിൻ നാമത്തിൽ ഞാൻ
അനുഗ്രഹമാകും. കരമുയർത്തിയടിച്ച് ചേർന്ന് പാടാം. അനുഗ്രഹമാകും, ഞാൻ അനുഗ്രഹമാകും. യേശുവിൻ നാമത്തിൽ ഞാൻ അനുഗ്രഹമാകും. യേശുവിൻ നാമത്തിൽ ഞാൻ അനുഗ്രഹമാകും. ദൈവസന്നിധിയിൽ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ദൈവത്തിന്റെ പുരോഹിതൻ ദൈവജനത്തെ വെഞ്ചരിച്ച് പ്രാർത്ഥിക്കുക. ഈ സമയങ്ങളിൽ എല്ലാവരും കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ശക്തമായിട്ട് സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ഏതെല്ലാം മേഖലയിലോ വെഞ്ചരിപ്പ് ലഭിക്കപ്പെടണമോ ആ മേഖലയിൽ ഓർത്ത് പ്രാർത്ഥിക്കുക. അതുപോലെ വെഞ്ചരിക്കാൻ എന്തെങ്കിലുമൊക്കെ വസ്തുക്കൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അവയെല്ലാം കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് സ്വരം ഉയർത്തി സർവ്വശക്തിയോടെ സർവശക്തനായ ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്വതന്ത്രമായിട്ട് സ്തുതിക്കാമോ? സ്വരമുയർത്തി എല്ലാവരും ചേർന്ന്